السلام عليكم ورحمة الله. الحمد لله نحمدك يا من أوضحت لنا سبل الهداية وأرشدنا إلى طريق الإسلام، والصلاة والسلام على نبينا محمد وعلى آله وأصحابه ومن سار على نهجه واستنى بسنته إلى يوم الدين. أما بعد. വേദിയിലുള്ള ഈ മഹത്തായ കൂട്ടായ്മയുടെ ഏറ്റവും ആദരണീയരായ വ്യക്തിത്വങ്ങളെ, ഈ വൈജ്ഞാനിക സദസ്സിൽ എത്തിച്ചേർന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഹോദരിമാരെ, സഹോദരങ്ങളെ, രക്ഷിതാക്കളെ, അല്ലാഹു ഈ ഒരുമിച്ച് ചേരൽ ഒരു നന്മയായി, പുണ്യമായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ആമുഖങ്ങളില്ലാതെ ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നു. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇല്ലാത്ത മദീനയിലെ ആദ്യ ദിവസങ്ങൾ, ഇസ്ലാമിന്റെ ഒന്നാമത്തെ ഖലീഫയായി തെരഞ്ഞെടുക്കപ്പെട്ട മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പ്രവാചകൻ ഖുത്ബ പറഞ്ഞ മിമ്പറിൽ ചാരിയിരുന്ന് എന്തോ ഒരു ചർച്ചയ്ക്ക് നേതൃത്വം നൽകുകയാണ്. നിറമിഴികളോടുകൂടി ആ സദസ്സിൽ ഒരുമിച്ചുകൂടിയ ആളുകളുടെ അഭിപ്രായം അദ്ദേഹം ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. ഉസാമത്ത് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹു എന്ന 16-17 വയസ്സ് മാത്രം പ്രായമുള്ള, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു +1, +2 പ്രായമുള്ള ഒരു കുട്ടി, അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിന്റെ തൊട്ട് മുൻപത്തെ ദിവസങ്ങളിൽ, മരണത്തിന്റെ തൊട്ട് മുൻപത്തെ ദിവസങ്ങളിൽ ഒരു സൈന്യത്തെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏതോ ചില പ്രദേശങ്ങളിലേക്ക് പറഞ്ഞയച്ചിരുന്നു. ആ പ്രദേശത്തുണ്ടായിരുന്ന ചില ആഭ്യന്തര പ്രശ്നങ്ങളുടെ പരിഹാരം, ആ നാട്ടിലെ സമാധാനപൂർണമായ പ്രദേശവാസികളുടെ ജീവിതം, ഇതെല്ലാം ലക്ഷ്യമാക്കി അവിടെ ചില അടിയന്തര സൈനിക നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടിയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അദ്ദേഹത്തെ പറഞ്ഞയച്ചത്. പക്ഷെ അവരവരുടെ നടപടിക്രമങ്ങളിലേക്ക് പ്രവേശിക്കും മുമ്പ് വഴിയിൽ വെച്ച് അവർക്കൊരു വിവരം കിട്ടി. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തോട് യാത്ര പറഞ്ഞിരിക്കുന്നു എന്നതായിരുന്നു ആ വിവരം. പിന്നെ അവരെ ഒരു യുദ്ധത്തിന് നിന്നില്ല. ശത്രുക്കളെ മുഖാമുഖം കാണും മുമ്പേ അവർ മടങ്ങിപ്പോന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന്റെ ശേഷം ഇപ്പോൾ ഇവർ ചർച്ച ചെയ്യുന്നത് ആ സൈന്യത്തെ ഇനി വീണ്ടും ഇപ്പോൾ തന്നെ പറഞ്ഞേക്കേണ്ടതുണ്ടോ, അതേ സർവ്വസൈന്യാധിപന്റെ നേതൃത്വത്തിൽ തന്നെ പറഞ്ഞേക്കേണ്ടതുണ്ടോ എന്നാണ്. ആളുകൾ വ്യത്യസ്ത അഭിപ്രായങ്ങൾ പറഞ്ഞു. ഇപ്പോൾ ഒരു യുദ്ധത്തിന്റെ സമയമല്ല, സൈനികരൊക്കെ വളരെ മാനസികമായി ക്ഷീണിച്ച് അവശമായി തളർന്നിരിക്കുന്ന ഒരു ഘട്ടമാണ്. അതുകൊണ്ട് നമുക്ക് യുദ്ധം കുറച്ചും കൂടി കഴിഞ്ഞതിന്റെ ശേഷമാകാം. വേറെ ചില ആളുകൾ പറഞ്ഞു, ഈ ഒരു ഘട്ടം യുദ്ധത്തിന് യോജിച്ച ഘട്ടമല്ല. കാരണം മുനാഫിക്കുകൾ സടകുടഞ്ഞെഴുന്നേറ്റിരിക്കുന്നു, സക്കാത്ത് നിഷേധികൾ രംഗത്ത് വന്നിരിക്കുന്നു, ഇസ്ലാമിനെതിരിൽ ശത്രുത ഉള്ളിലൊളിപ്പിച്ച പലരും
അവർ മുർത്തദ്ദുകളായി ഇസ്ലാമിൽ നിന്ന് പുറത്തേക്ക് പോയി ഇസ്ലാമിന്റെ നേരെ കൊഞ്ഞനം കുത്തുന്ന സന്ദർഭമാണ്. അതുകൊണ്ട് ഇപ്പോൾ ഒരു യുദ്ധത്തിന് പറ്റിയ ഘട്ടമല്ല. വേറെ ചില ആളുകൾ പറഞ്ഞു യുദ്ധമാകാം, പക്ഷേ ഉസാമത്ത് ബിൻ സയ്യിദ് എന്ന സർവ സൈന്യാധിപനെ വളരെ ചെറിയൊരു കുട്ടിയാണ്, അദ്ദേഹത്തിന് വിശേഷിച്ചൊന്നും ഈ ഘട്ടത്തിൽ ചെയ്യാനില്ല. അതുകൊണ്ട് അദ്ദേഹത്തെ നമുക്ക് സ്ഥാനത്തുനിന്ന് മാറ്റി നമ്മുടെ കൂട്ടത്തിലെ ഒരു മുതിർന്ന ആളെ ദൗത്യമേൽപ്പിക്കാം. ഇങ്ങനെ പല രീതിയിലുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നതിന്റെ ഇടയ്ക്ക് അവസാനത്തെ ആളുടെയും അഭിപ്രായം കേട്ടുകഴിഞ്ഞതിന്റെ ശേഷം നമുക്കതിൽ വലിയ മാതൃകയുണ്ട്. എല്ലാവരുടെ അഭിപ്രായങ്ങൾ കേൾക്കുകയും ആ അഭിപ്രായങ്ങൾ കേൾക്കാൻ ഇരുന്നു കൊടുക്കുകയും ചെയ്യാന്നുള്ള വലിയൊരു ദൗത്യമാണ് അദ്ദേഹം അവിടെ നിർവഹിച്ചത്. എല്ലാം ചെയ്തു കഴിഞ്ഞതിന്റെ ശേഷം അദ്ദേഹം ഒറ്റ വാചകം പറഞ്ഞു, ലൗ ജറത്തിൽ കിലാബ് ബി അർജുലി അസ്വാജിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാ റദത്തു ജയ്ശൻ വജ്ജഹഹു റസൂലുള്ളാഹ് വമാ ഹലൽതു ലിവാഅൻ അഖദഹു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ ഈ പറയുന്നതിനേക്കാളുമൊക്കെ കലുഷിതവും സംഘർഷഭരിതവുമായ മറ്റൊരു ഘട്ടത്തെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. മുനാഫിഖുകൾ, ഹദീസ് നിഷേധികൾ എന്നുവേണ്ട വ്യത്യസ്തമായ പല രീതിയിലുള്ള കാര്യങ്ങളും ഈ സമൂഹത്തിൽ നടക്കുന്നു എന്ന് നിങ്ങൾ പറഞ്ഞ അതിലേറെ ഗൗരവതരവും സങ്കീർണവുമായ ഒരു കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. മദീനയിലെ പ്രവാചകന്റെ പത്നിമാരുടെ വീട്ടിലേക്ക് മദീനയിലെ തെരുവിൽ നിന്ന് പട്ടിക്കൂട്ടങ്ങൾ ഇരച്ചു കയറുകയും എന്നിട്ട് ആ പട്ടിക്കൂട്ടങ്ങൾ പ്രവാചക തിരുമേനിയുടെ പത്നിമാരുടെ കൈകാലുകൾ കടിച്ചെടുത്ത് മദീനയിലെ അങ്ങാടികളിലൂടെ ആ കൈകാലുകൾ വായിൽ വെച്ച് ചോരവാർന്ന് നടക്കുകയും ചെയ്താൽ പോലും മാറദത്തു ജയ്ശൻ വജ്ജഹഹു റസൂലുള്ളാഹ് വമാ ഹലൽതു ലിവാഅൻ അഖദഹു സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രവാചകൻ കെട്ടിയ പതാക അഴിക്കാനോ പ്രവാചകൻ നിശ്ചയിച്ച സർവ്വ സൈന്യാധിപനെ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യാനോ ഞാൻ ആളല്ല, ഞാനത് ചെയ്യുകയില്ല. അതുകൊണ്ട് ഉസാമത്ത് ബിൻ സയ്യിദിന്റെ സൈന്യം ഇപ്പോൾ പുറപ്പെടും. ഉസാമത്ത് ബിൻ സയ്യിദും അദ്ദേഹത്തിന്റെ സംഘാംഗങ്ങളും ഈമാനിന്റെ ഉൾക്കരുത്തിൽ നിന്ന് പുതിയ ആവേശം ഉൾക്കൊണ്ട് പ്രവാചകൻ ഏൽപ്പിച്ച ദൗത്യം പൂർത്തീകരിച്ച് ഇങ്ങോട്ട് തിരിച്ചു വരണം. അതാണ് ഖലീഫ എന്ന നിലയ്ക്ക് എന്റെ തീരുമാനം. ഒരുപക്ഷെ തികച്ചും ഭൗതികമായ ഒരു യുദ്ധരംഗത്തെ നടപടിക്രമം അതങ്ങനെ തന്നെ ഫോളോ ചെയ്യേണ്ടതില്ലാഞ്ഞിട്ട് പോലും തുടരേണ്ടതില്ലാഞ്ഞിട്ട് പോലും അവിടെ തന്നെ അതേ ഗൗരവത്തിൽ തന്നെ അതേ വിഷയത്തിൽ തന്നെ അവര് അടിയുറച്ചു നിൽക്കുന്നത് നമ്മൾ കാണുകയാണ്. അക്ഷരംപതി നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവർ പിന്തുടരുന്നു. മറ്റൊരു രംഗത്ത് നമുക്ക് കാണാം, ഒരു സ്വഹാബി അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു മോതിരം ഇട്ടിരുന്നു. ആ മോതിരം കണ്ട പ്രവാചകൻ നരകത്തിന്റെ ഓഹരി നിന്റെ കയ്യിൽ വേണോ എന്ന് ചോദിച്ച് അത് ഊരി വലിച്ചെറിഞ്ഞു. അപ്പൊ അദ്ദേഹം ആ മോതിരം അവിടെ ഇട്ട് മണ്ണിൽ കിടക്കുന്ന മോതിരം ഇട്ട് പോവാണ്. അപ്പൊ ആരോ പറഞ്ഞു, ഇൻതഫിഅ, അതുകൊണ്ട് നിനക്ക് വേറെ ഉപകാരം എടുക്കാം, അതിന്റെ മൂല്യം ഉപയോഗിക്കാം, ആഭരണമായി ഉപയോഗിക്കാൻ പാടില്ല എന്നേ പ്രവാചകൻ പറഞ്ഞിട്ടുള്ളൂ. അതേ ഒറ്റ കാര്യം പറഞ്ഞുള്ളൂ, പ്രവാചകൻ ഊരിയെറിഞ്ഞ മോതിരം എനിക്ക് വേണ്ട, പ്രവാചകൻ ഊരിയെറിഞ്ഞ മോതിരം എനിക്ക് വേണ്ട. നമുക്ക് നഷ്ടമുണ്ടാകുന്ന രംഗത്ത്, നമുക്ക് നമ്മുടെ വ്യക്തി ജീവിതത്തിൽ കുറവുകൾ ഉണ്ടാകുന്ന രംഗത്ത്, അവിടെ മതവിഷയങ്ങൾക്ക് പല മസലകളും പല ന്യായങ്ങളും പല ഒറ്റപ്പെട്ട അഭിപ്രായങ്ങളും ഒക്കെ ചേർത്ത് വെച്ച് ഏത് മദ്ഹബിലാണ് അനുകൂല നിലപാടി എന്ന് അന്വേഷിച്ച് തനിക്ക് അനുകൂലമാക്കി മാറ്റുന്ന രീതിയല്ല സ്വഹാബത്ത് റളിയല്ലാഹു അൻഹും അവരുടെ ജീവിതത്തിൽ യഥാർത്ഥത്തിൽ ആ ഒരു വിഷയത്തിൽ സ്വീകരിച്ചിട്ടുള്ളത്, ആ ഒരു വിഷയത്തിൽ നടപ്പിൽ വരുത്തിയിട്ടുള്ളത്. ഇനി നിങ്ങൾ നോക്കൂ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹാനായ പ്രവാചകന്റെ അരികിൽ ഒരു സ്വഹാബി വരികയാണ്. ആ സ്വഹാബി വന്നിട്ട് അദ്ദേഹത്തോട് പറയുന്നു, നബിയെ, ഇന്നലെ എനിക്കൊരു വിവരം കിട്ടിയിട്ടുണ്ട്. ഞാനും എന്റെ ഭാര്യയും ഒരേ സ്ത്രീയിൽ നിന്ന് അമ്മിഞ്ഞപ്പാല് കുടിച്ചിട്ടുണ്ട്. ഒരേ സ്ത്രീയുടെ അമ്മിഞ്ഞപ്പാല് രണ്ടുപേർ കുടിച്ചാൽ അവർക്ക് ഇസ്ലാം സാഹോദര്യത്തിന്റെ ബന്ധങ്ങൾ വെച്ചുകൊടുക്കുന്നു. റളാഅത്തിന്, മുലകുടി ബന്ധത്തിന് അത്തരമൊരു തത്വം ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. അനന്തരാവകാശമല്ലാത്ത എല്ലാ വിഷയങ്ങളിലും അവർ ആങ്ങളെപ്പോലെ പെങ്ങളെപ്പോലെ ആയിരിക്കും. അതുകൊണ്ട് വിവാഹബന്ധം നിഷിദ്ധമാണ്. ഒരുപക്ഷെ ഹോസ്പിറ്റലിൽ വെച്ച് രണ്ട് ബെഡിൽ അപ്പുറത്തും കിടക്കുകയായിരിക്കും. ഈ കുഞ്ഞിന് പാലുണ്ടാവില്ല. അപ്പൊ ഞാൻ കൊടുക്കാന്ന് പറഞ്ഞ് മടിയിലേക്ക് വെച്ച് പാല് കൊടുത്തതായിരിക്കും.
അതോടുകൂടെ ഇവർ തമ്മിൽ ആങ്ങളയും പെങ്ങളും തമ്മിലുള്ള ബന്ധങ്ങളുടെ മാനദണ്ഡം ഇസ്ലാം പഠിപ്പിച്ചു. അത് അമ്മിഞ്ഞപ്പാലിന് ഇസ്ലാം കൊടുത്ത മഹത്വവും സ്ഥാനവുമാണ്. അല്ലെ, ഒരു മനുഷ്യ ലോകത്ത് ഭക്ഷ്യസുരക്ഷ ഏറ്റവും ശക്തമായി നടപ്പിലാക്കിയത് ഇസ്ലാമാണ്. കാരണം ഭക്ഷണത്തിൽ നിന്നല്ല, രക്തത്തിൽ നിന്നാണ് ഈ അമ്മിഞ്ഞപ്പാൽ ഉണ്ടാകുന്നത്. രക്തത്തിൽ നിന്നാണ്. ആഫ്രിക്കയിലെ പട്ടിണി രാഷ്ട്രത്തിലെ ദരിദ്രയായ ഒരു പെണ്ണിന്റെ ഉദരത്തിൽ നിന്ന് ജനിച്ചു വീഴുന്ന കുഞ്ഞിനും അവൻ ആദ്യം കുടിക്കാനുള്ള പാലുണ്ട്. അതിന് 5 ബാങ്കിന്റെയും 10 ബാങ്കിന്റെയും നിബന്ധന പറഞ്ഞ് തടഞ്ഞവർ അവര് മാപ്പർഹിക്കാത്ത ശിക്ഷ അനുഭവിക്കേണ്ടവരാണ് എന്ന കാര്യത്തിൽ നമുക്ക് അഭിപ്രായ ഭിന്നതകളില്ല. ഞാൻ സാന്ദർഭികമായി പറഞ്ഞു എന്ന് മാത്രം. ഈ വിവരം അറിഞ്ഞപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ തമ്മിൽ പിരിയണം. ഫഖദ് ഖീൽ, നിങ്ങളെ കാര്യം പറയപ്പെട്ടു പോയി, ഇനി നിർവാഹമല്ല. അദ്ദേഹം വേറൊരു മുഫ്തിയെ തേടി പോയില്ല. അദ്ദേഹം നേരെ ഭാര്യയോട് പോയി വിവരം പറഞ്ഞു. അവർ രണ്ടുപേരും 2 ജീവിതത്തിലേക്ക് പോയി. ഇന്നലെ വരെ ഒരേ ബെഡ്റൂമിൽ ഒരേ പുതപ്പിനുള്ളിൽ ഉറങ്ങിയവർക്ക് തീരുമാനമെടുക്കാൻ അധിക നേരം ചർച്ച ആവശ്യം വന്നില്ല. അവര് കൂടുതൽ ചർച്ചയ്ക്ക് കാത്തുനിന്നില്ല. അവർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തീരുമാന പ്രഖ്യാപനം സ്വീകരിച്ച് മക്കളുടെ കയ്യും പിടിച്ച് പുതിയ വിവാഹ ജീവിതത്തിലേക്ക്, പുതിയ മഹറിലേക്ക്, പുതിയ മണിയറയിലേക്ക് പോകാൻ സന്നദ്ധമായി അവർ പിരിയുകയായിരുന്നു. അല്ലേ, നോക്കൂ നിങ്ങൾ, നീ എന്റെ ഉമ്മയെപ്പോലെയാണ് എനിക്ക് എന്നൊരാൾ ഭാര്യയോട് പറഞ്ഞാൽ അതിന് പറയുന്ന പേരാണ് ലിഹാർ. അപ്രകാരമുള്ള ഒരു വാക്ക് പറയുന്നതോടുകൂടെ ആ സ്ത്രീയെ, ആ പുരുഷന് പിന്നീട് ഒരു സ്ത്രീയെ, ഒരു ഭാര്യയെ ഉപയോഗിക്കുന്ന കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പാടില്ല എന്ന് വളരെ കൃത്യമായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. ജാഹിലിയ കാലഘട്ടത്തിൽ സ്ത്രീകളെ ദ്രോഹിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന ഇതേ രീതി രോഷാകുലനായ ഒരു ഭർത്താവ് നടത്തിയപ്പോൾ രാത്രി ബെഡ്റൂമിലേക്ക് ചെന്നപ്പോ ഭാര്യ പറഞ്ഞു, പറ്റൂല, എന്റെ അടുത്തേക്ക് വരാൻ പറ്റില്ല, എനിക്ക് പ്രവാചകനോട് ചോദിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പോയി ചോദിച്ചു, എന്റെ ഭർത്താവ് വയസ്സനാണ്, ഞാനില്ലാതെ അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നിങ്ങനെ വളരെ കണിശമായി കുറെ കാര്യങ്ങൾ അവർ നിരത്തിവെച്ചു. എന്നാലും ആരും അറിയാത്തൊരു കാര്യം ഒളിപ്പിച്ചു വെച്ച് ബെഡ്റൂമിന്റെ ഉള്ളിലൊക്കെ രണ്ടുപേരും അഡ്ജസ്റ്റ് ചെയ്ത് പോവല്ല ചെയ്തത്. അത് നേരെ സദസ്സിൽ വന്ന് അവതരിപ്പിച്ചു. അപ്പോഴാണ് എന്താ പറയണത്, അള്ളാഹുവിന്റെ ഖുർആൻ, വിശുദ്ധ ഖുർആനിലെ വചനങ്ങൾ തന്നെ ഇറങ്ങുന്നത് എന്താ, ഖദ് സമിഅ അല്ലാഹു ഖൗലല്ലതി തുജാദിലുക ഫീ സൗജിഹാ വതസ്തകീ ഇലല്ലാഹ്. അള്ളാഹുവിന്റെ അരികിലേക്ക് ആവലാതി ബോധിപ്പിച്ച് നിങ്ങളോട് വാദിച്ചും തർക്കിച്ചും വന്ന പെണ്ണിന്റെ വേദനകൾ അള്ളാഹു അറിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ലിഹാർ നടത്തിയാൽ അതിന്റെ വിധി ഇന്നതാണ് എന്ന് ആ അധ്യായത്തിലൂടെ വിശദീകരിക്കപ്പെടുകയായിരുന്നു. ഞാനിങ്ങനെ ചരിത്ര സംഭവങ്ങൾ എടുത്തുദ്ധരിച്ചാൽ കുറെ നമുക്ക് ഉദ്ധരിക്കാനുണ്ടാകും. ഈ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിധികളെ അപ്പടി അക്ഷരം പ്രതി അവർ സ്വീകരിക്കുന്നു, അവരത് നടപ്പിലാക്കുന്നു. നോക്കൂ നിങ്ങൾ, ബദർ യുദ്ധത്തിലെ രംഗം നോക്കൂ നിങ്ങൾ. ബദർ യുദ്ധത്തിലേക്ക് വേണമെങ്കിൽ പോകാതിരിക്കാനുള്ള 100 കൂട്ടം തടസ്സങ്ങൾ അവർക്കുണ്ടായിരുന്നു. ബദർ 16 അന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ വിളിച്ചത്, ഒരു കച്ചവട സംഘം വരുന്നുണ്ട്, അവരെടുത്തുനിന്ന് കുറച്ച് വിഭവങ്ങൾ പിടിച്ചു വാങ്ങിയിട്ടില്ലെങ്കിൽ അതുപയോഗിച്ച് അവർ മറ്റൊരു യുദ്ധത്തിന് കോപ്പുകൂട്ടാൻ സാധ്യതയുണ്ട്. ഒരു കച്ചവട സംഘത്തിന്റെ കൈകളിൽ നിന്ന് പിടിച്ചു വാങ്ങിയ ആ സമ്പാദ്യത്തിലെ ഓഹരികൾ, അതിൽ നിന്നുള്ള റൊട്ടിക്കഷ്ണങ്ങൾ, അതിൽ നിന്നുള്ള കാരക്കകൾ, അതിൽ നിന്നുള്ള ഈത്തപ്പഴം, അതിൽ നിന്നുള്ള ഗോതമ്പ് വീട്ടിലേക്ക് എത്തുമെന്നും ഇന്നത്തെ രാത്രിയും നാളെയുമൊക്കെ വിഭവസമൃദ്ധമായ ഭക്ഷണം കിട്ടുമെന്നും പ്രതീക്ഷിച്ച ആ മദീനയിലെ വിധവകളുടെ മുന്നിലേക്ക് എത്തിയത് രക്തസാക്ഷികളായ മനുഷ്യരുടെ മൃതശരീരങ്ങളായിരുന്നു. അല്ലേ, ഒരു സ്വഹാബി വനിതയും പ്രതിഷേധിച്ചില്ല. ഒരു യുദ്ധമുഖത്തേക്ക് ഒരു പ്രത്യേക ഘട്ടത്തിൽ എത്തിപ്പെട്ടപ്പോൾ അവരാരും പ്രതിരോധം തീർത്തില്ല. പ്രവാചകന്റെ ഉള്ളിൽ ഇവർ സഹകരിക്കുമോ എന്ന സംശയമുണ്ടെന്ന് തോന്നിയ ആദ്യഘട്ടത്തിൽ അവർ കൊടുത്ത മറുപടി എന്തായിരുന്നു നമുക്ക് കാണാം. മുഹാജിറുകൾ പ്രവാചകന് കൊടുത്ത കരാർ, അൻസാറുകൾ പ്രവാചകന് കൊടുത്ത കരാറിലുണ്ടായിരുന്നത് ഹജ്ജ് വേളയിൽ ഹറമിന്റെ പരിസരത്ത് ഒരു പ്രദേശത്ത് വെച്ച് നിങ്ങൾ വന്നോളൂ, ഞങ്ങൾ ഏറ്റെടുക്കാം നിങ്ങളെ, ഞങ്ങളുടെ ശരീരത്തിലെ ചോര വീണിട്ടേ നിങ്ങൾക്ക് ശത്രുക്കളെ തൊടാൻ കഴിയൂ എന്ന ധൈര്യമുള്ള കരാറ് കൊടുത്ത അവര് അന്നും കൊടുത്ത കരാറിലുണ്ടായിരുന്നത് മദീനക്കുള്ളിൽ പ്രവാചകൻ ഉണ്ടാകുമ്പോൾ സഹായിക്കാം, സപ്പോർട്ട് ചെയ്യാം എന്ന് മാത്രമായിരുന്നു. പക്ഷേ
ബദർ എന്ന് പറയുന്നത് മദീന എന്ന് പറയുന്ന അതിർത്തിയുടെ പുറത്താണ്. അവിടെ അവർ വന്ന് സഹായിക്കുമോ എന്ന ശങ്ക, സംശയം അവർക്കുണ്ടായ പ്രവാചകന്റെ മനസ്സിലുണ്ടോ എന്നവർക്ക് തോന്നിയപ്പോൾ അൻസാറുകളുടെ നേതാവ്, മദീനയിൽ പ്രവാചകനെ സ്വീകരിച്ച, പ്രവാചകന് കുടിലൊരുക്കിയ ആളുകളാണ് അൻസാറുകൾ എന്ന് പറയുന്നത്. ആ അൻസാറുകൾ കൊടുത്ത ഉത്തരമുണ്ട്, നബിയെ, തിരയടിക്കുന്ന മഹാസമുദ്രം ചൂണ്ടിക്കാണിച്ചിട്ട് അങ്ങോട്ട് ഇറങ്ങിച്ചെല്ലണമെന്ന് അങ്ങ് ആവശ്യപ്പെട്ടാൽ അതുവരെ സ്വീകരിക്കാൻ സന്നദ്ധമായവരാണ് മദീനയിലെ അൻസാറുകൾ. ആളുകൾ അങ്ങയെ ആട്ടി ഓടിക്കുകയും ജനമങ്ങയെ ബഹിഷ്കരിക്കുകയും ചെയ്തപ്പോൾ നെഞ്ചുകൊണ്ട്, ജീവിതം കൊണ്ട് അവരെ പ്രതിരോധിക്കാൻ തീരുമാനമെടുത്തൊരു ജനസമൂഹത്തിന് 4 അതിർത്തിക്കല്ലുകൾ പ്രശ്നമല്ല നബിയെ, മനുഷ്യർ സൃഷ്ടിച്ച അതിർവരമ്പുകൾ പ്രശ്നമല്ല നബിയെ എന്ന സ്റ്റാൻഡിലായിരുന്നു യഥാർത്ഥത്തിൽ അവർ നിന്നത്. നോക്കൂ നിങ്ങൾ, ഈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിലെ പാഠങ്ങൾ പഠിക്കാൻ, പ്രവാചകന്റെ വചനങ്ങൾ പഠിക്കാൻ ഊഴം വെച്ചാണ് അവർ പ്രവാചകന്റെ ഹദീസ് ക്ലാസ്സിലേക്ക് പോയത്. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഇസ്ലാമിക ചരിത്രത്തിൽ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ആരാ? ഗാന്ധിജിയുടെ മുന്നിൽ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ആരാ? ഇസ്ലാമിക ചരിത്രം പഠിച്ച ഗവേഷകന്റെ മുന്നിൽ ആരാ? കിസ്റയെയും കൈസറിനെയും ഞെട്ടിവിറപ്പിച്ച ചക്രവർത്തി, നീതി നടപ്പിലാക്കിയ മഹാഭരണാധികാരി, മാനവരാശിക്ക് മുന്നിൽ അതുല്യമായ മാതൃകകൾ തീർത്ത മഹാൻ. പക്ഷേ വീട്ടിൽ കഷ്ടപ്പാടുള്ളതുകൊണ്ട് കൂലിവേല ചെയ്ത് ജീവിച്ച ആളായിരുന്നു. അദ്ദേഹം പറയാ, ഞങ്ങൾ പ്രവാചകന്റെ അരികിൽ ഊഴം വെച്ചാണ് പോകാറുണ്ടായിരുന്നത്. ഒരു ദിവസം ഞാൻ പോകും, അന്ന് എന്റെ അയൽവാസി ജോലിക്ക് പോകും, ജോലി കഴിഞ്ഞ് തിന്നാനുള്ളതും കൊണ്ട് അയാൾ വരും, പിന്നെയോ ഇൽമു കൊണ്ട് ഞാനും വരും, ഇൽമു ഞാൻ കൊടുക്കും, തിന്നാനുള്ളത് അയാൾ തരും. അടുത്ത ദിവസം ഞാൻ ജോലിക്ക് പോകും, അദ്ദേഹം ഇൽമു തേടാൻ പോകും. ഇങ്ങനെ ഞങ്ങൾ ഞങ്ങൾ ഊഴം വെച്ചിരുന്നു എന്നാണ്. ഷോപ്പിൽ മോനുണ്ട്, നമ്മളുണ്ട്. അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ജോലി സ്ഥലത്ത് ഇങ്ങനത്തെ അഡ്ജസ്റ്റ്മെന്റ് ആകും. പക്ഷേ ഖുർആൻ ഹദീസ് ലേണിംഗ് ക്ലാസ്സുകളിലേക്ക് നമ്മൾ എത്താറില്ല, ദീനി പഠന സദസ്സുകളിലേക്ക് നമ്മൾ എത്താറില്ല. ഇവിടെ ഈ ടൗൺ ഹാളിൽ ഇത്ര സാഗൂതം ശ്രദ്ധിച്ചിരിക്കുന്ന നമ്മൾ 1 കിലോമീറ്റർ യാത്ര ചെയ്താലെത്തുന്ന നമ്മുടെ പഠന പ്രബോധന സംരംഭങ്ങളുടെ പരിസരത്തുണ്ടാകാറില്ല. നമ്മൾ ഓർക്കുക, എല്ലാവരും സാന്ദർഭികമായി ഞാൻ ഓർമ്മിപ്പിക്കുന്നു മാത്രം. ഈ സ്വഹാബത്ത് അവർ 1 കിലോമീറ്റർ അല്ല, റഹല അബ്ദുല്ലാഹി ബിൻ ജാബിർ മസീറത്ത ഷഹീരിൻ ഫി ഹദീസിൻ വാഹിദ്, ഒറ്റ ഹദീസ് തേടി അബ്ദുല്ലാഹി ബിൻ ജാബിർ റളിയല്ലാഹു അൻഹു 1 മാസത്തെ വഴി ദൂരെ യാത്ര ചെയ്തു എന്നാണ്. സ്വിഫ്റ്റ് കാറിലാണോ, ഇന്നോവ വാനിലാണോ, എയർ കണ്ടീഷൻ ചെയ്ത വാഹനത്തിലാണോ? അല്ല, ആകാശത്ത് ജ്വലിക്കുന്ന സൂര്യനുണ്ടായിരിക്കെ ഒന്നുകിൽ നഗ്നബാധനായി, അല്ലെങ്കിൽ ഒട്ടകപ്പുറത്ത് തളർന്നവശനായി മക്കളെയും ഭാര്യയെയും വീട്ടിലാക്കി അദ്ദേഹം പോവാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് പഠിക്കാൻ. നോക്കൂ നിങ്ങൾ, മറ്റൊരു സംഭവം നമുക്ക് കാണാം. അബ്ദുല്ലാഹി ബിൻ ഉനൈസ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന് മാത്രം അറിയാമായിരുന്ന ഒരു ഹദീസ്. ആ ഹദീസിന് വേണ്ടി അബ്ദുല്ലാഹി ബിൻ ജാബിർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ അടുത്തേക്ക് പോവാണ്. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, 1 മാസത്തെ വഴി ദൂരെ യാത്ര ചെയ്തു പോവുക. ഉഖബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു ഈജിപ്തിലേക്ക് പോവാണ്. ഈ ഹദീസ് സ്വഹീഹാണോ എന്നറിയാൻ ഷാമിലെ അങ്ങാടിയിൽ വെച്ച് ഞങ്ങൾ ഒരു ഹദീസ് കേൾക്കും. ആ ഹദീസ് സ്വഹീഹാണോ എന്നറിയാൻ, അതങ്ങനെ തന്നെയാണോ എന്നറിയാൻ ഞങ്ങൾ മദീനയിലേക്ക് പോകുമായിരുന്നു എന്നാണ് അവർ പഠിപ്പിച്ചത്. ഷാമിൽ നിന്ന്, സിറിയയിൽ നിന്ന് അവർ പുറപ്പെടുകയാണ്. അങ്ങാടിയിൽ ആരോ പറഞ്ഞ ഹദീസ് അത് സിഹത്തുള്ളതാണോ എന്ന് പരിശോധിക്കാൻ. ഇത്രയും ഞാൻ പറഞ്ഞത്, ഇത്രയും ഞാൻ പഠിപ്പിച്ചത് ഈ ഒരു അവസ്ഥയിൽ മുസ്ലിം സമൂഹത്തിലെ എല്ലാവരും ഇന്ന് ഹദീസിനെ കാണുന്നുണ്ടോ? ഈ ഒരു അവസ്ഥയിൽ മുസ്ലിം സമൂഹത്തിലെ എല്ലാവരും ഇന്ന് ഹദീസിനെ കാണുന്നുണ്ടോ? ഹദീസിന്റെ നിഷേധത്തിന്റെയും നിരാകരണത്തിന്റെയും കക്ഷികളിലേക്കും അവരുടെ വാദങ്ങളിലേക്കും സമയത്തിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് ചിലത് പറയാൻ നമുക്ക് ശ്രമിക്കാം. പക്ഷേ ഒരുപക്ഷെ ഈ ഹോളിന്റെയും അപ്പുറത്ത് സമ്പന്നമായി കാണുന്നവരെക്കാളും ഹദീസിനെ സ്വീകരിക്കാനും അത് പ്രമാണമാണെന്ന് പറയാനും, ഹദീസ് അതിന്റെ പ്രാമാണികതയിൽ സംശയിച്ചതിന്റെ പേരിൽ ചിലരുമായി വേറിട്ട് നിൽക്കാനും, വേറെ ചിലരോട് ആശയപരമായി വിയോജിച്ചു നിൽക്കാനും, സ്നേഹബന്ധങ്ങളും സഹവർത്തിത്വങ്ങളും ഒക്കെ നിലനിർത്തിക്കൊണ്ട് തന്നെ
നിങ്ങളോട് ഞങ്ങൾക്ക് സഹകരിക്കാൻ പറ്റില്ല മതവിഷയങ്ങളിൽ എന്ന് പറയാനും സന്നദ്ധമായ നമ്മളൊക്കെ സുഹൃത്തുക്കളെ ഇത്തരം വിഷയങ്ങളിൽ സുന്നത്ത് നടപ്പിലാക്കുന്ന രംഗങ്ങളിൽ എത്രത്തോളം ചിട്ട പാലിക്കുന്നുണ്ട്, ക്രമങ്ങൾ പാലിക്കുന്നുണ്ട് എന്നത് ഗൗരവപൂർവ്വം ചിന്തിക്കേണ്ടതാണ്. സുന്നത്ത് എന്നാൽ ചെയ്താൽ കൂലിയുള്ളതും ചെയ്തിട്ടില്ലെങ്കിൽ ശിക്ഷയില്ലാത്തതെന്നാണ് ആളുകൾ മനസ്സിലാക്കിയത്, അല്ലെ? എനിക്ക് പണ്ടൊരു നല്ലൊരു അനുഭവം ഉണ്ട്. ഞാൻ വർക്ക് ചെയ്യുന്ന സ്കൂളിന്റെ മുമ്പില് സുന്നത്തിന്റെ പ്രാമാണികത എന്ന് പറഞ്ഞിട്ട് എന്റെ പേര് എഴുതി ഒരു ബോർഡ് കണ്ടപ്പോ ഞങ്ങളെ അമുസ്ലിമായ എന്റെ പ്രധാനാധ്യാപകൻ ചോദിച്ചു, പക്ഷെ ഇതിപ്പോ ഇത്ര വിശാലമായിട്ടൊക്കെ ചർച്ച ചെയ്യാറുണ്ടോ ഈ സുന്നത്ത്? പക്ഷേ കുറച്ച് അധികം വിഷയങ്ങൾ അതിന്റെ പല തലങ്ങളുണ്ട്. പിന്നീട് എനിക്ക് മനസ്സിലായത് ഇതൊരു ഹോസ്പിറ്റലിന്റെ മുമ്പിലാണ്, അവിടെ സുന്നത്ത് കല്യാണം സ്ഥിരമായിട്ട് നടക്കുന്ന സ്ഥലമാണ്. അപ്പൊ മൂപ്പര് വിചാരിച്ച് സുന്നത്തിന്റെ പ്രാമാണികത എന്ന് പറഞ്ഞാല് എന്താന്ന് വെച്ചാൽ ഇതാണ് സംഭവം എന്നാണ്, അല്ലെ? അവിടുന്ന് മനസ്സിലാക്കി തുടങ്ങി സുന്നത്തിനെ മനസ്സിലാക്കുന്നിടത്തുള്ള രണ്ടാമത്തെ മനസ്സിലാക്കലാണ് എന്ത്? അത് ചെയ്താൽ കൂലിയുള്ളതും ചെയ്തിട്ടില്ലെങ്കിൽ കുറ്റമില്ലാത്തതുമായ ഒരു കാര്യമാണ്. അഖ്വാലു മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅഫ്ആലുഹു വതഖരീറാതുഹു, അതാണ് സുന്നത്തിന്റെ ഹദീസിന്റെ നിർവചനം. എന്താ? പ്രവാചകന്റെ വാക്കുകൾ, പ്രവാചകന്റെ പ്രവർത്തനങ്ങൾ, പ്രവാചകന്റെ അംഗീകാരങ്ങൾ, അതാണ് സുന്നത്ത് എന്ന് പറഞ്ഞാൽ. ആ സുന്നത്തിലെ ഏറ്റവും ഫർളായ മുനാഫിഖ് വരെ ആയിപ്പോകുന്നു പറഞ്ഞ് സുബഹ് തൊട്ട് ഇശാ വരെയുള്ള നിസ്കാരത്തിന്റെ കാര്യത്തിൽ നമ്മളെ സ്റ്റാൻഡ് എന്താ? ആർക്കൊക്കെ ഹദീസ് നിഷേധമുണ്ട് എന്നത് ആഴത്തിൽ പഠിക്കാനുള്ള അവസരം ലഭിച്ച ആളുകളാണ് നമ്മൾ. അതിന്റെ പേരിൽ ശക്തമായ വിയോജനവും വിയോജനക്കുറിപ്പും എന്നും എപ്പോഴും ആർക്കൊക്കെ എന്തൊക്കെ ഒരുമിക്കലുകളുടെയും യോജിക്കലുകളുടെയും മനസ്സുണ്ടെങ്കിലും ആശയ വിഷയങ്ങളിലും ആദർശ വിഷയങ്ങളിലും വിട്ടുവീഴ്ച ചെയ്തുകൊണ്ടുള്ള പങ്കുവെക്കലുകൾക്കില്ലെന്ന് 1000 തവണ ഉച്ചൈസ്തരം പ്രഖ്യാപിക്കാൻ യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്തവരാണ് നമ്മൾ. ഞാൻ ചോദിക്കുന്നു, ഇങ്ങനെ തുടങ്ങുന്ന കാര്യങ്ങളിൽ നമ്മുടെ സ്ഥിതി എന്താ? വസ്ത്രധാരണം, പ്രവാചകന്റെ സുന്നത്തുണ്ട്. വസ്ത്രധാരണത്തിന്റെ കാര്യത്തിൽ പ്രവാചകന്റെ സുന്നത്തുണ്ട്. ഉമ്മ നല്ല സലഫി മൊക്കനെയും നല്ല നീളമുള്ള പർദ്ദ കെട്ടുവരും. മോളോ വളരെ ആത്മാർത്ഥമായിട്ട് ആലോചിച്ചോളി, സ്വന്തം മക്കളെ നരകത്തിന്റെ തീക്കൊള്ളികളാക്കി വെച്ചു കൊടുക്കുന്ന മാതാപിതാക്കൾ ഗൗരവപൂർവ്വം ആലോചിച്ചോളി. മക്കളെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് നീങ്ങേണ്ടവരല്ല നമ്മൾ. അവരെ തിരുത്തേണ്ടിടത്ത് തിരുത്താൻ നമുക്ക് സാധിക്കണം. നമ്മുടെ സ്വകാര്യ ജീവിതത്തിൽ പ്രവാചക നിർദ്ദേശങ്ങൾ പാലിക്കപ്പെടുന്നുണ്ടോ? ഒരു ചിന്തയ്ക്ക് വേണ്ടി ചില ചോദ്യങ്ങൾ എന്നോട് ഞാൻ ഉന്നയിച്ചതാണ്. അത് നിങ്ങൾക്ക് കൂടി ബാധകമാണ് എന്ന് മാത്രം. എങ്കിൽ നമ്മൾ ആലോചിക്ക സുഹൃത്തുക്കളെ, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്കുകൾക്ക് ഒരു മുസ്ലിം കൊടുക്കേണ്ട സ്ഥാനം എന്താണ്? ഇനി ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ സൂറത്തുൽ ഫാത്തിഹ മനപ്പാടമുള്ളതുപോലെ നമുക്ക് മനപ്പാടമാകേണ്ടതും വിരലിൽ എണ്ണി ഒരാളോട് പറയേണ്ടതും പഠിപ്പിക്കേണ്ടതുമാണ്. എന്താ നിങ്ങളൊക്കെ ഇങ്ങനെ? എന്താ നീയൊക്കെ ഇങ്ങനെ? എന്താ നീ ഇത്ര താടിയൊക്കെ വെച്ച് നടക്കണേ? എന്താണ് ഇങ്ങനെ? നിങ്ങൾ ഇവിടെ മൊത്തം മുസ്ലിം സമൂഹത്തിൽ ഉണ്ടാകുന്ന ചില ചിന്തകൾക്കും മാറ്റങ്ങൾക്കും അനുസരിച്ച് നിങ്ങളെ സ്റ്റാൻഡ് എന്താ എന്നൊക്കെ ചോദിക്കുമ്പോ നമുക്ക് കൃത്യമായിട്ട് ഉത്തരം പറഞ്ഞു കൊടുക്കാൻ പറ്റും. ചിരിച്ചിട്ട്, പ്രഷർ ഇല്ലാതെ, ഷുഗർ ഇല്ലാതെ, കൊളസ്ട്രോൾ ഇല്ലാതെ, ശബ്ദം പൊങ്ങാതെ, ബഹളം വെക്കാതെ, ശാന്തമായി, കയ്യിൽ നല്ല തെളിവ് വേണം, എന്നാ പറ്റൂ. സൂറത്തുൽ ഫാത്തിഹ ഹിഫ്ദ് ഉള്ളതുപോലെ ഹിഫ്ദാകണ്ടേ ഒരു 3-4 കാര്യം ഞാൻ പറയുന്നത്. പ്രവാചകന്റെ വാക്കിന് അള്ളാഹുവിന്റെ വാക്കിന്റെ സ്ഥാനമാണുള്ളത്. വാദം അതാണ്. ഇനി വാദം സമർത്ഥിക്കാനുള്ള തെളിവാ ഞാൻ പറയാൻ പോണേ. എന്താണ്? പ്രവാചകന്റെ സുന്നത്തിന് ഖുർആനിനുള്ള അതേ സ്ഥാനമാണുള്ളത്. അപ്പോ കേൾവിക്കാരന്റെ മനസ്സിലെ സംശയം, ഒരു വ്യത്യാസമല്ലേ? അതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് ചോദിക്കുന്നു, പറയുന്നു ഒരുപാട് വ്യത്യാസമുണ്ട്. എന്താ വ്യത്യാസം? ഖുർആനിലെ അക്ഷരങ്ങളും ആശയങ്ങളും അള്ളാഹു കൊടുത്തതാണ്. ഖുൽ ഹുവല്ലാഹു അഹദ്, അതിലെ ഖാഫും അതിലെ ലാമും ഒക്കെ അള്ളാന്റെ അക്ഷരങ്ങളാ, അള്ളാഹ് കൊടുത്ത അക്ഷരവും ആശയവുമാണ്. എന്നാ ഹദീസോ ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്, അതിലെ ഇന്നമ എന്ന വാക്ക് അള്ളാഹ് കൊടുത്തയച്ച വാക്കല്ല, അത് അള്ളാഹുവിന്റെ റസൂലിനെ കൊണ്ട് അള്ളാഹു പറയിച്ച വാക്കാണ്. അള്ളാഹു ആശയം കൊടുക്കുന്നു, റസൂലുള്ളാഹി സംസാരിക്കുന്നു. മനസ്സിലായല്ലോ? ഇതേപോലെ കുറെ വ്യത്യാസങ്ങൾ ഖുർആനിൽ. ഏതെങ്കിലും ഒന്ന് സ്വഹീഹ്, വേറൊന്ന് ലഈഫ്, വേറൊന്ന് ഹസന്, അങ്ങനത്തെ അവസ്ഥ ഉണ്ടാകൂല. ഖുർആനിലെ എല്ലാ ആയത്തുകൾക്കും തുല്യ സ്ഥാനമാണ്. അതിൽ സംശയിക്കപ്പെടുന്ന ഒരായത്ത് പോലുമില്ല. ലക്ഷക്കണക്കിന് ഹദീസുകളിൽ ചില ദുർബല ഹദീസുകൾ കയറിക്കൂടിയിട്ടുണ്ട് എന്ന് പറഞ്ഞ ഉടനെ ഒരു വാചകം നിർബന്ധമായും ചേർത്തു വെക്കുന്നു. ഒരു ദുർബല ഹദീസ് പോലും സ്വീകരിക്കേണ്ട സാഹചര്യം ഇല്ലാത്ത വിധം
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകൾ ഉദ്ധരിച്ച കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ജീവചരിത്രം എഴുതപ്പെട്ടിട്ടുണ്ട്. ഇതിവിടെ ഒരു ബോർഡ് വെച്ച് ഇങ്ങനെ പഠിപ്പിക്കേണ്ട ഒരു കാര്യമാണ്. എന്താ? ഹദീസിന്റെ സനദ് എന്ന് പറയുന്ന ഭാഗമുണ്ട്. ഇന്നാൾക്ക് കൊടുത്തു, ഇന്നാൾക്ക് കൊടുത്തു. അതിൽ ഏത് വ്യക്തിനെടുത്താലും കിതാബിന് മറിച്ച് നോക്കുക. അപ്പൊ അബ്ദുള്ള എന്നാണെങ്കിൽ കിതാബിൽ അയിനുള്ള ജുസ് ഇങ്ങോട്ട് എടുത്താൽ മതി. അയിനുള്ള ജുസ് കൊണ്ട് എടുത്തിട്ട് അബ്ദുള്ള മറിച്ച ഒരു 10-30 അബ്ദുള്ള ഉണ്ടാകും. ഈ അബ്ദുള്ള ആരാ? അദ്ദേഹത്തിന്റെ ഉസ്താദ് ആരാ നോക്കണം. ഉസാമയാണ് ഉസ്താദ്. ശരി, ഇദ്ദേഹത്തിന്റെ ശിഷ്യൻ ആരാ നോക്കണം. സെയ്ദാണ് ശിഷ്യൻ. ഉസാമ ശിഷ്യനായ 5 അബ്ദുള്ളമാരുണ്ട്. ഉസാമ ശിഷ്യനായ 5 അബ്ദുള്ളമാരുണ്ട്. ആ അബ്ദുള്ളമാർക്കൊക്കെ സെയ്ദ് ഗുരുവാണോ എന്ന് പരിശോധിക്കണം. ഇല്ല, അത് 2 ഉള്ളൂ. അങ്ങനെ ഓരോന്ന് വേർതിരിച്ചെടുത്ത് നമ്മൾ ഉദ്ദേശിക്കുന്ന അബ്ദുള്ളയിലേക്ക് എത്താം. ഇങ്ങനെ വ്യവസ്ഥാപിതായി. എന്താ? ഇമെയിൽ ഇല്ല, വാട്സാപ്പ് ഇല്ല, ഗൂഗിൾ ഇല്ല, സെർച്ച് എഞ്ചിനുകളില്ല, മനുഷ്യന്റെ സഞ്ചാരത്തിന് വേഗത പകരുന്ന ഒന്നുമില്ല. എന്നിട്ടും അള്ളാഹു ഖുർആനിനെ സംരക്ഷിക്കാൻ വേണ്ടി ഇതൊക്കെ ക്രോഡീകരിപ്പിച്ചു എന്ന് നമ്മൾ മനസ്സിലാക്കണ്ടേ. നോക്ക് നിങ്ങൾ, ഇമാം നവവി റഹിമഹുല്ല 30, 35, 40 വയസ്സിന്റെ ഉള്ളിലേ ജീവിച്ചിട്ടുള്ളൂ. പക്ഷേ സ്വഹീഹ് മുസ്ലിമിന് അദ്ദേഹം ശറഹ് എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിന് എത്രയോ കിതാബുണ്ട്. ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ നിന്ന് എഴുത്തു തുടങ്ങിയാൽ തീരാത്തത്ര. എന്താ സംഭവം? അള്ളാഹു സമയത്തിൽ വിശാലത കൊടുത്തു. അള്ളാഹു വല്ലാത്ത മനപ്പാടത്തിന്റെ കഴിവ് കൊടുത്തു. മാഷാ അല്ലാഹ്. അപ്പൊ നമുക്ക് ധൈര്യമായിട്ട് പറയാം, ദുർബല ഹദീസുകൾ ഉണ്ടെങ്കിലും ആ ദുർബല ഹദീസുകൾ സ്വീകരിക്കേണ്ട സാഹചര്യം ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഒട്ടുമേ ഇല്ല. വ്യത്യാസങ്ങൾ ഇങ്ങനെ പലതുമുണ്ടെങ്കിലും ഒരു കാര്യത്തിൽ വ്യത്യാസമല്ല, തെളിവാണ് എന്ന വിഷയത്തിൽ. അഥവാ നിങ്ങൾ ഇത് ചെയ്യരുത്, ഖുർആനിൽ ഇങ്ങനെ ഒരു ആയത്ത് വന്നിട്ടുണ്ട് എന്ന് പറയുമ്പോഴേ അതേ മനസ്സാണ് ഒരാൾക്ക് നിങ്ങൾ ഇത് ചെയ്യരുത്, ഹദീസിൽ ഇങ്ങനെ വന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഉണ്ടാകേണ്ടത്. അത് വെറുതെ ആരും അംഗീകരിച്ച് തലകുലുക്കി പോകുന്നും വേണ്ട. കൃത്യമായ തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. 1, അള്ളാഹുവിന്റെ റസൂൽ ദീനായി പഠിപ്പിച്ച ഒരു കാര്യവും അള്ളാഹു പറഞ്ഞു കൊടുക്കാത്തത് പറയുകയില്ല. സൂറത്തു നജ്മിന്റെ ആദ്യ ഭാഗത്ത് കാണാം, വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഹ്യല്ലാതെ ഒന്നും സംസാരിക്കുകയില്ല. അതുകൊണ്ടാ പ്രവാചക സന്ദേശങ്ങൾക്ക് ഇത്ര കരുത്തുണ്ടായത്. പ്രവാചകന്റെ സാമൂഹിക പാഠങ്ങളെ കുറിച്ച് പഠിപ്പിച്ചെടുത്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. എന്താ അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച്? നീ ഒരാൾ രോഗിയായാൽ അയാളെ പോയി സന്ദർശിക്കണം. ജാതിയുടെയും മതത്തിന്റെയും വ്യത്യാസം ഇസ്ലാം വെച്ചതേയില്ല. എന്താ? രാമുവിന് അസുഖാണ്, രാമുവിന്റെ വീട്ടിൽ ചെന്ന് രാമുവിന്റെ ചൂടുള്ള നെറ്റിയിൽ കൈവച്ച് അദ്ദേഹത്തിന് ഗുളിക പൊട്ടിച്ചു കൊടുക്കണ പണി ഒരു മുസ്ലിം ഏറ്റെടുക്കണം. ഫൈദാമാത്ത ശയ്യഅഹു, അവൻ മരണപ്പെട്ടാൽ അവന്റെ അനന്തര നടപടിക്രമങ്ങളിൽ പങ്കെടുക്കാവുന്നത്ര പങ്കെടുക്കണം. പങ്കെടുക്കാനും എത്തിപ്പെടാനും പറ്റാത്ത അവരുടെ വിശ്വാസത്തിന്റെ തലത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാകും, അതവർക്ക് വിട്ടുകൊടുക്കണം എന്ന് പറഞ്ഞിട്ട് പ്രവാചകൻ പറയാ, വലാ തർഫഉ ബിനാഅക ഫൗഖ ബിനാഇഹി, ഒരിക്കലും നീ നിന്റെ വീടിന്റെ മുകളിൽ അവന്റെ വീട് കയറ്റിക്കെട്ടരുത്. നീ അയൽവാസിയുടെ വീടിന്റെ മുകളിൽ നിന്റെ വീട് കയറ്റിക്കെട്ടരുത്. ഫതസുദ്ദ അലൈഹി റീഹ്, അപ്പോ അവന്റെ അടുത്തേക്ക് കാറ്റും വെളിച്ചോ എത്തൂല. ഇങ്ങനെ ഏത് മാർഗദർശിയാ ലോകത്തെ പഠിപ്പിച്ചത്? ഇതിന്റെ കാരണം എന്താ? പ്രവാചകൻ വഹീന്റെ അടിസ്ഥാനത്തിലേ സംസാരിച്ചിട്ടുള്ളൂ. അപ്പോ എഞ്ചിനീയറെ വീടിന്റെ പ്ലാൻ ഏൽപ്പിക്കുമ്പോ അയൽപ്പക്കക്കാരന്റെ ജനവാതിലിലേക്ക് കാറ്റ് കടക്കാത്ത വിധം, റൂമിലേക്ക് കാറ്റ് കടക്കാത്ത വിധം ഫ്ലാറ്റ് കെട്ടരുതേ എന്ന് ലോകത്തെ പഠിപ്പിച്ച മഹാപ്രവാചകൻ. അടുത്ത വാചകം അതിലേറെ അത്ഭുത, നീ നിന്റെ വീട്ടിൽ ഭക്ഷണം പാകം ചെയ്യരുത്, എന്നിട്ട് പാകം ചെയ്ത ഭക്ഷണം കൊണ്ട് അയൽക്കാരനെ ദ്രോഹിക്കരുത്. മാഷാ അല്ലാഹ്. റസൂൽ പറയാ, ഇല്ലാൻ തഗ്രിഫ് ലഹു മിൻഹു, നീ ആ ഭക്ഷണത്തിൽ നിന്ന് അയൽവാസിക്ക് കൊടുക്കുന്നുണ്ടെങ്കിലൊക്കെ, അയൽപക്കത്തൊരു വിധവയായ ഒരു ലീല ചേച്ചിയുണ്ട്, അല്ലെങ്കിൽ ഒരു ഖദീജയുണ്ട്, അവരുടെ മോൻ പറയാ, ഉമ്മാ നമ്മളെ മുസ്തഫാഖാന്റെ വീട്ടിൽ നിന്ന് നല്ല നെയ്യപ്പത്തിന്റെ മണം വരുന്നുണ്ട്. ആ സ്ത്രീയുടെ കണ്ണിങ്ങനെ നനയാണ്. ആ അവസ്ഥ ഉണ്ടാക്കരുത്. നേരെ മറിച്ച് മാവ് കുഴക്കുമ്പോ
11 ഇവിടെ വേണം, ഒരു 4 ആ കുട്ടിയേക്കും കൊടുക്കണം എന്ന് വിചാരിച്ചിട്ടാണെങ്കിൽ ആകാം. ഇത്ര പവർഫുള്ളായ നിർദ്ദേശങ്ങൾ, ഇത്ര ശക്തമായ നിർദ്ദേശങ്ങൾ എങ്ങനെ പ്രവാചകന് പറയാൻ പറ്റിയത്? അനാഥ ബാലന്റെ മുന്നിൽ വെച്ച് നിന്റെ കുഞ്ഞിന് നീ ഉമ്മ കൊടുക്കരുത് എന്ന് പഠിപ്പിച്ച പ്രവാചകൻ മനുഷ്യ ചരിത്രത്തോട് ഇത് സംസാരിച്ചത് ഇത് പ്രവാചകന്റെ വാക്കല്ലാത്തത് കൊണ്ടാ. അനാഥ കുഞ്ഞിന്റെ ഉള്ളിലെ വേദനകൾ, അവന്റെ വീട്ടുമുറ്റത്ത് അവന്റെ പ്രിയപ്പെട്ട പിതാവിന്റെ നിശ്ചലമായ മേനി ആംബുലൻസിൽ വന്നിറങ്ങിയപ്പോൾ ഫ്രീസർ തുറന്ന് ആ തണുത്തുറഞ്ഞ ശരീരത്തിൽ ഉമ്മ കൊടുത്തവൻ ആൾക്കൂട്ടത്തിലേക്ക് പിൻവാങ്ങിയപ്പോൾ അന്നവന് ജനം കൊടുത്ത പേരാണ് അനാഥനെന്ന്, അവന്റെ ഉമ്മാക്ക് കൊടുത്ത പേരാണ് വിധവയെന്ന്. അതുകൊണ്ട് ഒരിക്കലും ഇത്തരമൊരു സാഹചര്യം ഉണ്ടാകരുത്. അന്ന് മുതൽക്കുള്ള ഓർമ്മ കൊണ്ട് അവരെ ദ്രോഹിക്കരുത്. അപ്പൊ ഞാൻ ഒന്നാമത് പറഞ്ഞ പോയിന്റ് എന്താ? അള്ളാഹ് പറയാണ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അദ്ദേഹം വഹി മാത്രമേ സംസാരിക്കുള്ളൂ. ഇനി വഹിയല്ലാതെ വല്ലതും സംസാരിച്ചാലോ? വലൗ തഖവ്വല അലൈനാ ബഅദ ലഖാബീൽ ലഅഖദ്നാ മിൻഹു ബിൽയമീൻ ثم لقطعنا منه الوتين. എന്താ? പ്രവാചകനെങ്ങാനും വഹിയല്ലാത്ത വല്ലതും സംസാരിച്ചാൽ നാം അദ്ദേഹത്തിന്റെ ഖണ്ഡനാടിയെ പിടിക്കുകയും മുറിച്ചു കളയുകയും ചെയ്യും. അതുണ്ടായിട്ടില്ല. അതുകൊണ്ട് നമുക്ക് ഉറപ്പിക്കാം, പ്രവാചകൻ ദീനിന്റെ പേരിൽ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ വഹിയാണ്, അല്ലാഹ് കൊടുത്തതാണ്. അപ്പോ ഖുർആനും സുന്നത്തും ഒരുപോലെ പ്രമാണമാണെന്ന വിഷയത്തിൽ പല വ്യത്യാസങ്ങളുമുണ്ടെങ്കിലും തെളിവ് സ്വീകരിക്കുന്നിടത്ത് ഒരുപോലെയാണ് എന്ന് പറയാനുള്ള ന്യായം എന്താ? ന്യായം മറ്റൊന്നല്ല, അള്ളാഹുവിന്റെ റസൂല് മതം സംസാരിക്കുമ്പോ അല്ലാഹ് പറഞ്ഞതേ സംസാരിക്കുള്ളൂ. ദീനിയായ കാര്യം ദുന്യവിയായ കാര്യം രണ്ടും ഉണ്ട്. മദീനയിലെ ഒരു ഈത്തപ്പനത്തോട്ടത്തിലെ ആ കാര്യം ഞങ്ങൾക്ക് ബോധ്യപ്പെടുത്തി തരാം, അവിടുന്ന് ബോധ്യപ്പെടുത്തി തരാം. ഈത്തപ്പനക്ക് ഇങ്ങനെ എന്താ പറയാ, അത് തമ്മിൽ ഇങ്ങനെ കൂട്ടിച്ചേർത്ത് കൂടുതൽ ഉണ്ടാകാൻ വേണ്ടിയുള്ള പ്രവർത്തനം നടക്കുകയാണ്. അതിങ്ങനെ കൂട്ടിച്ചേർത്ത് പൂക്കൾ തമ്മിൽ ഇങ്ങനെ ഉരച്ചിട്ട് അത് ഉണ്ടാകാനുള്ള കൂടുതൽ ഉണ്ടാകാനുള്ള വിളവ് കിട്ടാനുള്ള പണി നടക്കുകയാണ്. അപ്പൊ പ്രവാചകൻ ചോദിച്ചു, ഇതിന്റെ ആവശ്യമുണ്ടോ? സ്വഹാബത്ത് ഇറങ്ങിപ്പോയി. ആ വർഷം വിളവ് കുറഞ്ഞപ്പോ അള്ളാഹുവിന്റെ റസൂലിനോട് പോയി പറഞ്ഞപ്പോ റസൂൽ പറഞ്ഞു, അൻതും അഅലമു ബി ഉമൂരി ദുനിയാക്കും. ഈത്തപ്പഴത്തിന്റെ വിളവും പറിക്കലും അത് അത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾക്കാണ് അറിയാം. ദുന്യാവിന്റെ കാര്യം നിങ്ങൾക്ക് അറിയാം, അതിൽ നിങ്ങൾക്കാ കൂടുതൽ വിവരം. പ്രവാചകൻ പറഞ്ഞ ദുന്യവി കാര്യങ്ങൾ അതുപോലെ സ്വീകരിച്ചോരാ സ്വഭാവത്ത് വേറെ കാര്യം. പക്ഷേ ദുന്യവിയായ കാര്യങ്ങൾ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തിൻ്റെതായ അഭിപ്രായങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടാകും. എന്നാലോ ദീനിന്റെ കാര്യത്തിൽ പ്രവാചകൻ സ്വന്തമായ ഒരു അഭിപ്രായവും പറയുകയില്ല. അത് പറയുകയില്ല എന്നുള്ളതിന്റെ ന്യായങ്ങളെ ഞങ്ങൾക്ക് കേൾപ്പിച്ചുതരാം. ഒന്ന്, വിശുദ്ധ കഅബാലയം, ആ കഅബാലയം ഖിബലയായി കിട്ടണമെന്ന കൊതി നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുണ്ടായിരുന്നു. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ആഗ്രഹം മനസ്സിൽ വെച്ച് മുന്നോട്ട് പോകുകയായിരുന്നു. ബൈത്തുൽ മുഖദ്ദസ് ആയിരുന്നു പ്രവാചകൻ തിരുമേനിയും മറ്റുള്ള ആ നാട്ടിലെ ക്രൈസ്തവ യഹൂദ ജനങ്ങളും നിസ്കരിച്ചിരുന്ന സ്ഥലം. ബൈത്തുൽ മുഖദ്ദസിൽ നിന്ന് കഅബാലയത്തിലേക്ക് ഖിബല കിട്ടണമെന്ന ആഗ്രഹം എത്രത്തോളം ഉണ്ടായിരുന്നു? ഖദ് നറാ തഖല്ലുബ വജ്ഹിക ഫിസ്സമാ ഫലനുവല്ലിയന്നക ഖിബ്ലതൻ തർളാഹ ഫവല്ലി വജ്ഹക ശത്റൽ മസ്ജിദിൽ ഹറാം എന്ന ആയത്തോടു കൂടെയാണ് അതിന്റെ ഗൗരവം നമുക്ക് മനസ്സിലാക്കുക. വഹീ കാത്ത് നബി ആകാശത്തേക്ക് ഇങ്ങനെ നോക്കി നിൽക്കണം. ജിബ്രീൽ വരുന്നുണ്ടോ? ജിബ്രീൽ വരുന്നത് വരെ കാത്തുനിന്ന് എന്തുകൊണ്ടാ? പ്രവാചക തിരുമേനി മതം സ്വന്തം ഇഷ്ടപ്രകാരം സംസാരിക്കില്ല എന്നുള്ളതുകൊണ്ട്. അതുകൊണ്ട് നല്ലതല്ലേ, പുണ്യകരമല്ലേ, നബിനെ സ്നേഹിക്കലല്ലേ, സാധുക്കൾക്ക് ഭക്ഷണം കൊടുക്കലല്ലേ, ഇത്തരം ന്യായങ്ങൾ പറഞ്ഞ് നന്മകൾ നമ്മൾ സ്വയം നിശ്ചയിച്ച് ഇസ്ലാമിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് ഈ തെളിവ് നമ്മളെ പഠിപ്പിക്കുന്നു. കൂടുതൽ തെളിവുകളിലേക്ക് ഞാൻ പോകുന്നില്ല. ഇനി രണ്ടാമത്തെ കാര്യം എന്താ അറിയോ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറഞ്ഞു, ഞാൻ സംസാരിക്കുന്നത് വഹിയാണ്. ഒന്ന് ഖുർആൻ പറഞ്ഞു, രണ്ട് റസൂലുള്ള പറഞ്ഞു, അലാ ഇന്നി ഊതീതുൽ ഖുർആന വമിസ്ലഹു മഅഹു. അറിയുക, എനിക്ക് ഖുർആൻ നൽകപ്പെട്ടിട്ടുണ്ട്, ഖുർആൻ പോലെ വേറെ ഒന്നുകൂടെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. എനിക്ക് ഖുർആൻ നൽകപ്പെട്ടിട്ടുണ്ട്, ഖുർആൻ പോലെ തന്നെ മറ്റൊന്നുകൂടി എനിക്ക് കിട്ടിയിട്ടുണ്ട്. ആ മറ്റൊന്നേതാ? അതാണ് ഹദീസ്. ആ ഹദീസ് എങ്ങനെ വന്നത്? കാന ജിബ്രീലു യൻസിലു അലൈഹി ബിസ്സുന്ന കമാ യൻസിലു അലൈഹി ബിൽ ഖുർആൻ. ജിബ്രീൽ ഖുർആനും കൊണ്ടുവന്നതുപോലെ തന്നെ സുന്നത്തും കൊണ്ടുവന്നിരുന്നു. ഖുർആനും കൊണ്ടുവന്നതുപോലെ തന്നെ സുന്നത്തും കൊണ്ടുവന്നിരുന്നു. അഥവാ പ്രവാചക തിരുമേനിക്ക് ഖുർആനിന്റെ 6000 ചില്ലാനം വചനങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടി മാത്രമല്ല, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിൽ
ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ടുള്ളത്. മറിച്ച് ഖുർആനിന്റെ വ്യാഖ്യാനവും കൂടിയായ ഹദീസും പഠിപ്പിച്ചു കൊടുക്കാൻ ഇതേപോലെ ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ടുണ്ട്. ഖുർആൻ പഠിപ്പിച്ചതുപോലെ ഹദീസ് പഠിപ്പിച്ചിട്ടുണ്ട്. ഹദീസ് ഖുർആൻ ചൊല്ലിക്കൊടുത്തതുപോലെ ചൊല്ലിക്കൊടുത്ത് പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് ഹദീസിൽ കാണാം. ഇനി ഒരു പോയിന്റ് കൂടെ നമ്മൾ പുറത്തേക്ക് കൊണ്ടുവരികയാണ്. എന്താ? ഖുർആൻ പഠിപ്പിക്കാൻ വേണ്ടി അല്ലാതെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിൽ ജിബ്രീൽ അലൈഹിസ്സലാം വന്നിരുന്നു എന്നുള്ളത് ഹദീസ് കൊണ്ടല്ല, ഖുർആൻ കൊണ്ടാണ് സമർത്ഥിക്കുന്നത്. ഹദീസ് തെളിവല്ലാത്തവരോട് ഹദീസ് കൊണ്ട് സമർത്ഥിച്ചിട്ട് കാര്യമില്ലല്ലോ. ഒന്ന്, കഅബാലയത്തെ ഖിബിലയാക്കി സ്വീകരിച്ച കാര്യം തന്നെ എടുത്തോ. ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിയണമെന്നത് എവിടെ? വിശുദ്ധ ഖുർആനിലുണ്ടോ? ബൈത്തുൽ മുഖദ്ദസിലേക്ക് നിങ്ങൾ തിരിഞ്ഞോളൂ, ഖുർആനിൽ ഒരു ആയത്തും കാണൂല. എന്നാലോ ഫവല്ലി വജ്ഹക ശത്റൽ മസ്ജിദിൽ ഹറാം, മസ്ജിദുൽ ഹറാമിലേക്ക് കഅബാലയത്തിലേക്ക് തിരിഞ്ഞോളൂ എന്ന് ആയത്തുണ്ട്. അപ്പൊ പിന്നെ ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞതോ? അത് നബി സ്വന്തം ഇഷ്ടപ്രകാരം തിരിഞ്ഞതാണോ? അല്ല. അല്ലാന്ന് എവിടുന്ന് കിട്ടും? ഖുർആനിൽ നിന്ന് കിട്ടും. വമാ ജഅൽനൽ ഖിബ്ലത്തല്ലതി കുൻത അലൈഹാ ഇല്ലാ ലിനഅലമ മൻ യത്തബിഉർ റസൂല എന്ന് തുടങ്ങുന്ന ആയത്ത് ബൈത്തുൽ മുഖദ്ദസിലെ വമാ ജഅൽനൽ ഖിബ്ലത്തല്ലതി കുൻത അലൈഹാ, ബൈത്തുൽ മുഖദ്ദസ് എന്ന ഖിബ്ലയെ നിങ്ങൾക്ക് നിശ്ചയിച്ചു തന്നത് നാം തന്നെയാണ്. ആ നിശ്ചയിച്ചു കൊടുക്കൽ എവിടെ? ആ നിശ്ചയിച്ചു കൊടുക്കൽ കാന ജിബ്രീലു യൻസിലു അലൈഹി ബിസ്സുന്ന കമാ യൻസിലു അലൈഹി ബിൽ ഖുർആൻ, ഖുർആനും കൊണ്ടുവന്നതുപോലെ സുന്നത്തും കൊണ്ടുവന്ന് വേറെ ഒരു കൽപ്പന കൊടുത്തിട്ടുണ്ട്. ആ കൽപ്പനയിൽ അതുണ്ട്, അത് ഖുർആനിൽ കാണൂല. അതാണ് ഹദീസ് എന്ന് പറയുന്നത്. തീർന്നില്ല. വിശുദ്ധ ഖുർആനിൽ ആദ്യം ഇറങ്ങിയത് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്ന് തുടങ്ങുന്ന ആയത്തുകളായിരുന്നു. അത് ഇന്ന് കിടക്കുന്നത് 90 അധ്യായങ്ങൾക്ക് ശേഷം 95-96 അധ്യായങ്ങളുടെ ഭാഗത്താണ് കിടക്കുന്നത്. ആണല്ലോ. ഇത് അവിടെ ഇടണമെന്ന് ആരാ പറഞ്ഞത്? ഇന്ന അലൈന ജംഅഹു വഖുർആന, നാമാണ് ഖുർആനിനെ പാരായണം ചെയ്തു തരേണ്ടതും ക്രോഡീകരിക്കേണ്ടതും. അള്ളയാണ് ഖുർആനെ ക്രോഡീകരിച്ചത് എങ്കിൽ ഒന്നാമത് ഫാത്തിഹ, രണ്ടാമത് ബഖറ, 20 സൂറത്തു ത്വാഹ, 21 അംബിയാ, 25 ഫുർഖാന്, 30 ലുഖ്മാന്, 36 യാസീന്. ഈ ഓർഡർ ആരാ കൊടുത്തത്? ഇനി സൂറത്തു ബഖറയിലെ അലിഫ് ലാം മീം എന്നത് ഒന്നാമത് വെക്കണം ആരാ പറഞ്ഞത്? അള്ളയാ പറഞ്ഞത്. എവിടെയാ പറഞ്ഞത്? ഖുർആനിലുണ്ടോ? ഖുർആനിലുള്ളത് മാത്രമേ വഹിയുള്ളൂവെങ്കിൽ ഖുർആനിന്റെ ക്രമം പോലും അട്ടിമറിക്കേണ്ടി വരും. ഇനി ആദ്യം ഇറങ്ങിയത് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്നുള്ളതാണെന്ന് ഖുർആനിലുണ്ടോ? ഉണ്ടോ? അതുമില്ല. അപ്പോ ഖുർആൻ പൊളിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ പദ്ധതിയാണിത് എന്ന കാര്യം നമുക്ക് കൃത്യമായി മനസ്സിലാകുന്നു. 3, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹം ഒരു യുദ്ധത്തിന് പുറപ്പെട്ടു തബൂക്കിലേക്ക് യുദ്ധത്തിന് പുറപ്പെട്ട പ്രവാചക തിരുമേനി തബൂക്കിൽ ചെന്നപ്പോ സാധാരണ ചെയ്യാത്തൊരു പണി ചെയ്തു. ശത്രുക്കൾ കോട്ടവാതിലടച്ച് ഉള്ളിൽ ടെന്റ് ചെയ്തു. പ്രവാചകന്റെയും സഹാബത്തിന്റെയും കയ്യിലുള്ള ഭക്ഷണവും വെള്ളവും തീർന്നതിന്റെ ശേഷം അവരെ കടന്നാക്രമിച്ച് കൊന്നുകളയാമെന്നവർ തീരുമാനിച്ചു. പ്രവാചകൻ തന്ത്രം പ്രയോഗിച്ചു. അള്ളാഹ് നിർദ്ദേശിച്ചത് പ്രകാരം അവരുടെ ഈത്തപ്പന മരങ്ങൾ മുറിക്കാൻ തുടങ്ങി. അവരുടെ സമ്പദ് വ്യവസ്ഥയുടെ അടിസ്ഥാനമായ ഈത്തപ്പന മുറിഞ്ഞു തുടങ്ങിയപ്പോ ചർച്ച ഉണ്ടായി. അത് മുഴുവൻ മുറിച്ചു നശിപ്പിച്ചതിന്റെ ശേഷം മുഹമ്മദിനെ തോൽപ്പിച്ചിട്ട് എന്താ കാര്യം? വേഗം ഇറങ്ങിക്കൊള്ളിയായിരുന്നു. സംഘടിതരല്ലാതെ അവർ ഇറങ്ങി വന്നു. പ്രവാചകനും സ്വഹാബത്തും അവരെ വിജയിച്ചു. തബൂക്ക് ജയിച്ച് വിശ്വാസികൾ മടങ്ങി. അപ്പോ ജൂതന്മാര് പ്രപഗണ്ട ഇറക്കി. എന്താ? ഫല മരങ്ങൾ മുറിക്കരുത് എന്ന് പറഞ്ഞ മുഹമ്മദ് തന്നെ ഇത് ചെയ്തിരിക്കുന്നു, ഞങ്ങളെ തോൽപ്പിക്കാൻ വേണ്ടി. അപ്പൊ ആയത്തിറങ്ങി, മാ ഖതഅതും മിൻ ലീനത്തിൻ ഔ തറക്തുമുഹാ ഖായിമതൻ അലാ ഉസൂലിഹാ ഫബിഇദ്നില്ലാഹി വലിയുഖ്സിയൽ ഫാസിഖീൻ. നബിയെ, നിങ്ങളൊരു ഈത്തപ്പന മരം മുറിച്ചിട്ടില്ല, വേറൊന്നും മുറിക്കാതെ വിട്ടിട്ടില്ല, അള്ളാഹ് അനുവാദം തരാതെ. എന്റെ സംശയം, ആ അനുവാദം ഖുർആനിലെവിടെ? ഈത്തപ്പന മരങ്ങൾ മുറിച്ചോളൂ എന്ന അനുവാദം ഖുർആനിലില്ല. എങ്കിൽ ആ അനുവാദം ഖുർആനിൽ ഇല്ലെങ്കിൽ അതെവിടെയുണ്ട്? അലാ ഇന്നി ഊതീതുൽ ഖുർആന വമിസ്ലഹു മഅഹു, എനിക്ക് ഖുർആനും അതുപോലത്തെ വേറൊന്നും നൽകപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ ആ വേറൊന്നിൽ അതുണ്ട് എന്ന് നമുക്ക് കൃത്യമായി പറയാം. അതുകൊണ്ട് ഹദീസിനോടൊരു മുസ്ലിം സ്വീകരിക്കേണ്ട സമീപനം എന്താണ്? ഫൈനമാ ഹറമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കമാ ഹറമല്ലാഹ്. അള്ളാഹു ഒരു കാര്യം നിഷിദ്ധമാക്കിയാൽ ആ നിഷിദ്ധമാക്കിയ അതേ മനസ്സാണ് പ്രവാചകൻ നിഷിദ്ധമാക്കിയാലും വേണ്ടത്.
അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത് വമൻ യുശാഖിഖിർ റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ വയത്തബി ഗൈറ സബീലിൽ മുഅ്മിനീൻ നുവല്ലിഹി മാ തവല്ല വനുസ്ലിഹി ജഹന്നം വസഅത് മസീറ. അല്ലാഹുവിന്റെ റസൂല് പ്രഖ്യാപിച്ചതിന് വിരുദ്ധമായി ആരെങ്കിലും പോയാൽ അവൻ തിരിഞ്ഞെടുത്തേക്ക് നാം അവനെ തിരിച്ചുവിടും, എന്നിട്ടോ പിന്നീട് അവന് നരകത്തിലേക്ക് അങ്ങോട്ട് പോകേണ്ടി വരും എന്ന് ഖുർആൻ പ്രഖ്യാപിക്കുകയാണ്. അതുകൊണ്ട് യാ അയ്യുഹല്ലദീന ആമനൂ അത്തിഉല്ലാഹ വഅത്തിഉർ റസൂൽ, നിങ്ങൾ അല്ലാഹുവിനെയും റസൂലിനെയും അനുസരിച്ചേ പറ്റൂ എന്നാണ്. എന്നാൽ പലപ്പോഴും പല വിഷയങ്ങളിലും പല സുഹൃത്തുക്കൾക്കും അബദ്ധം പറ്റിയിരിക്കുന്നു. മുസ്ലിം സമൂഹത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന കക്ഷികൾക്കും ഷഹാദത്ത് കലിമയിലാണ് പ്രശ്നമുള്ളത്. ഷഹാദത്ത് കലിമയിലാണ്. വിശ്വാസത്തിന്റെ പാസ്വേഡായ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്നതിലാണ് യഥാർത്ഥത്തിൽ പിഴവ് പറ്റിയിരിക്കുന്നത്. എന്താ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹിലെ പിഴവല്ല വിശദീകരിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ 1.5 മിനിറ്റ് കൊണ്ട് മുഴുവൻ കക്ഷികളുടെയും ലാ ഇലാഹ ഇല്ലല്ലാഹിലെ പിഴവ് ഞാൻ പറയാൻ പോവാണ്, കേട്ടോളിയും. ജാറങ്ങളിലേക്ക് പോകുന്നവർ, അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നവർ, അവർക്ക് ഷഹാദത്ത് കലിമയിൽ പിഴച്ചിരിക്കുന്നു. അല്ലാഹുവിന് മാത്രം അവകാശപ്പെട്ട ഇബാദത്ത് അല്ലാത്തവർക്ക് കൊടുത്തിരിക്കുന്നു. നിങ്ങൾ അറിയുക, മുഹീദ്ദീൻ ശൈഖെ രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണേ എന്ന് പറഞ്ഞാൽ മാത്രമല്ല ശിർക്കാവുക, മറിച്ച് മുഹീദ്ദീൻ ശൈഖ് സഹായിക്കും, രക്ഷിക്കും, അദ്ദേഹത്തിന് എന്നെ സഹായിക്കാൻ പറ്റും എന്ന് വിശ്വസിച്ചാൽ പോലും ശിർക്കാണ്. എന്താ അങ്ങനെ ശിർക്കാകാനുള്ള കാരണം? വിദൂരതയിൽ കാര്യകാരണ ബന്ധങ്ങൾക്കപ്പുറത്ത് അഭൗതികമായ സഹായം റബ്ബിന് മാത്രമേ ചെയ്തു തരാൻ കഴിയൂ എന്നതാണ് അഹ്ലുസുന്ന പഠിപ്പിക്കുന്ന കാര്യം. എന്താ അഭൗതികം? അതൊന്നും എനിക്ക് മനസ്സിലാകാത്ത ഒന്നാണ് എന്ന നിലയ്ക്ക് അന്വേഷണത്തിന്റെ വാതിൽ അടക്കുന്നവരുണ്ട്. ടൗൺ ഹാളിലെ ഈ ഹദീസ് സെമിനാറിൽ നിന്ന് 1/2 മിനിറ്റ് കൊണ്ട് അതിന്റെ അർത്ഥം നിങ്ങൾ പഠിച്ചോ. എന്താണെന്നറിയോ? അള്ളാഹുവിനും മാത്രം പറ്റുന്ന കാര്യങ്ങൾക്കാണ് അഭൗതികം എന്ന് പറയാം. ആളുകൾ ചോദിക്കും, നിങ്ങൾ എല്ലാ ചോദ്യം അള്ളാഹുവിനോട് ചോദിക്കൊള്ളൂ. അതെ, അള്ളാഹിനോട് ചോദിക്കേണ്ട, അല്ലെങ്കിൽ അള്ളാഹ്ക്ക് മാത്രം ചെയ്തു തരാൻ പറ്റിയ എല്ലാ കാര്യം അള്ളാഹിനോട് ചോദിക്കൊള്ളൂ. നിങ്ങൾ രാമനോട് പിന്നെ തേങ്ങട്ടേരാൻ പറയണില്ലേ? ഉണ്ട്. അള്ളാഹിനോട് തേങ്ങട്ടേരാൻ പറയാൻ പറ്റൂല. പടച്ചോനെ ഒന്നും കിട്ടു വാ, എന്നിട്ടൊരു തേങ്ങട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ അത് റബ്ബിനെ പരിഹസിക്കല. അത് രാമനോട് തന്നെ പറയേണ്ടത്. കാരണം തേങ്ങടാൻ രാമന് മാത്രമല്ല പറ്റുക, തോട്ടിക്കും പറ്റും, കൊരങ്ങനും പറ്റും. മനസ്സിലായില്ലേ? മെഷീൻ വെച്ച് കയറിയ അങ്ങൾക്കും എനിക്കൊക്കെ പറ്റും. എന്നാലോ ആ തെങ്ങിൽ നിന്ന് വീഴുന്ന തേങ്ങയെ വീണ്ടും തെങ്ങാക്കലോ അത് വേറെ ആർക്കും പറ്റൂല, റബ്ബിനെ പറ്റുള്ളൂ, അള്ളാഹ്ക്ക് മാത്രമേ പറ്റുള്ളൂ. അപ്പൊ അള്ളാഹ്ക്ക് മാത്രം പറ്റുന്ന കാര്യങ്ങൾ അല്ലാതെ വേറെ ആർക്കെങ്കിലും വകവെച്ചു കൊടുത്താൽ ഷഹാദത്ത് കലിമയിലാണ് പിഴവ്. അപ്പോ അഭൗതിക കഴിവ് അള്ളാഹ്ക്ക് മാത്രം എന്നിടത്ത് നിന്ന് അത് മലക്കിനും ജിന്നിനുമുണ്ട് എന്നൊരാൾ വിശ്വസിച്ചാൽ ആ വഴിക്കും ശിർക്ക് വരുന്നു. ഷഹാദത്ത് കലിമയിലാണ് പിഴവ് സംഭവിക്കുന്നത്. ആർക്കൊക്കെ പിഴവ് സംഭവിച്ചു എന്നത് ബാക്കി നിങ്ങൾ കൂട്ടിവായിച്ചോ. മുസ്ലിം സമൂഹത്തിലെ സൂഫിയാക്കൾക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹിൽ പിഴവുണ്ടെന്നുള്ളിൽ തർക്കമല്ലല്ലോ, നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോ ഇവിടെ മുജാഹിദ് പ്രസ്ഥാനം, ഈ മഹത്തായ കൂട്ടായ്മ വിട്ടുവീഴ്ചയില്ലാതെ ഈ ആശയത്തിൽ നിലനിൽക്കാനുള്ള കാരണം അതാണ്. വ്യക്തികളെ ആക്രമിക്കാതെയും വ്യക്തികളെ വിമർശിക്കാതെയും അവരുടെ അടുക്കള രഹസ്യങ്ങൾ മൈക്കുകൾക്ക് മുന്നിൽ പ്രസംഗിക്കാതെയും സംഘടനാ നേതൃത്വങ്ങളെ ബഹുമാനിച്ചുകൊണ്ടും അവരെ ആദരിച്ചുകൊണ്ടും അവരെ ബഹുമാനിച്ചുകൊണ്ടും ആദരിച്ചുകൊണ്ടും അവരുടെ ആശയ വ്യതിയാനങ്ങൾക്കെതിരിൽ ആക്രമണം അഴിച്ചുവിടുകയാണ്. എല്ലാ സംഘടനാ നേതൃത്വങ്ങളോടും സഹകരണമുണ്ട്, സ്നേഹമുണ്ട്, ബഹുമാനമുണ്ട്. വിയോജിപ്പ് വേണ്ടത് വിഷയത്തിൽ മാത്രമാണ്. ഏത് വിഷയത്തിലാണോ തകരാറ് അത് നീ പറയുന്നത് കേൾക്കാൻ എനിക്ക് പറ്റില്ല. ആ വിഷയത്തിൽ തെറ്റിയത് കൊണ്ട് നീ ക്ഷണിക്കുന്ന കല്യാണത്തിന് ഞാനില്ല, നിന്നെ കണ്ടാൽ ഞാൻ മിണ്ടില്ല, നിന്നെ കണ്ടാൽ ഞാൻ ചിരിക്കില്ല എന്ന തത്വമേ നമുക്കില്ല. മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം സമൂഹം സഹകരിക്കേണ്ട, ഒന്നിച്ചു നിൽക്കേണ്ട എല്ലാ തലങ്ങളിലും വിഷയങ്ങളിൽ മുഴുവൻ ഭിന്നിച്ചുകൊണ്ട് തന്നെ ഒന്നിച്ച ചരിത്രം ഇവിടെ ഉണ്ട്. ശരീഅത്ത് പിന്നെ വിഷയത്തിൽ വിവാദമുണ്ടായപ്പോൾ അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നവനും അല്ലാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുന്നവനും സൂഫിയാക്കളും മതത്തിന്റെ വിഷയത്തിൽ മോഡേണിസം പാലിക്കുന്നവനും എല്ലാം ഒരു സ്റ്റേജിൽ ഒന്നിച്ചു. എങ്ങനെ? അതിന്റെ മുമ്പ് ഒരു യോഗം ചേർന്ന് എല്ലാവരും കൂടി
ഒരൊറ്റ സംഘടനയായി മാറിയിട്ടല്ല സ്റ്റേജിൽ കയറിയത്. ആ വിഷയത്തിൽ നമുക്ക് വിയോജിപ്പുണ്ട്. പക്ഷേ ശരീഅത്ത് വിഷയത്തിൽ ഇപ്പോൾ സുപ്രീം കോടതിയിൽ നിന്നുണ്ടായിരിക്കുന്ന ഈ വിധി, ഇത് ഇന്ത്യൻ മുസ്ലിങ്ങളുടെ അവകാശത്തിന്റെ മേലുള്ള കയ്യേറ്റമാണ്. അത് സമ്മതിച്ചു കൊടുത്തുകൂടാ എന്ന വിഷയത്തിൽ നമുക്ക് യോജിപ്പുണ്ട്. അതുകൊണ്ട് ഒന്നിച്ചൊരുമിച്ച് മുന്നോട്ട് പോകാം എന്ന നയം സ്വീകരിക്കുന്നു. ഈ ഒരു നിലപാടിൽ നിൽക്കാനുള്ള കാരണം എന്താ? ഈ നിലപാടിൽ നിൽക്കാനുള്ള കാരണം മറ്റൊന്നുമല്ല, അഹ്ലുസുന്ന വൽ ജമാഅ പഠിപ്പിച്ച ആശയം വെച്ച് നോക്കുമ്പോൾ ആളുകൾക്ക് അബദ്ധം പറ്റിയിരിക്കുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹിലും പിന്നെ മുഹമ്മദ് റസൂലുള്ളാഹിലുമാണ്. മുഹമ്മദ് റസൂലുള്ളാഹിലും എല്ലാ മുസ്ലിം സംഘടനകൾക്കും അബദ്ധം പറ്റിയിട്ടില്ലേ? ഉദാഹരണങ്ങൾ ഓരോന്ന് മാത്രം ഞാൻ എടുക്കാം. 2002 കാലത്ത് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഈ കൂട്ടായ്മയിൽ നിന്ന് സംഘടനാപരവും ആദർശപരവുമായ കാരണങ്ങൾ കൊണ്ട് വിയോജിച്ചു പോയ നമ്മുടെ ബഹുമാനരായ സുഹൃത്തുക്കൾ, അവരെ പേരെടുത്തു പറയുന്നതും അവരെ നിങ്ങൾക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ ഞാൻ സംസാരിക്കുന്നതും ഒരിക്കലും അവരെ വിഷമിപ്പിക്കാൻ വേണ്ടിയല്ല. ഒരിക്കലും വിഷമിപ്പിക്കാനോ അവരെ ആക്രമിക്കാനോ അവരെ കൊച്ചാക്കാനോ ഒന്നും വേണ്ടിയല്ല. മറിച്ച് സുഹൃത്തുക്കളെ, ഒരാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തേക്ക് പോകണമെങ്കിൽ കുത്തുബിയത്തും കുത്താരാത്തീബും മാത്രം പിന്നെ ചെയ്താൽ അതുകൊണ്ട് മാത്രമല്ല പോവുക. അല്ലെങ്കിൽ മദ്യപാനിയും വ്യഭിചാരിയും മാത്രമല്ല നരകത്തിൽ പ്രവേശിക്കുക. മറിച്ച് ഇസ്ലാമിന്റെ ചില അസ്ലുകളുണ്ട്. ആ അസ്ലുകൾ പഴച്ചാൽ നമ്മൾ ദീനിനു വേണ്ടി പണിയെടുക്കുന്നു എന്ന് വിചാരിക്കും, അവസാനം ഒന്നും ഉണ്ടാവില്ല. അല്ലേ? ഒരാള് അയാളെ മക്കൾക്ക് വേണ്ടി ഒരു വലിയ നിധിശേഖരം ഉണ്ടാക്കി, വീട്ടിലൊരു കുഴി ഉണ്ടാക്കിയിട്ട് ആ കുഴിയിലേക്ക് ഇങ്ങനെ എല്ലാ മാസവും അയാളുടെ അധ്വാനത്തിന്റെ വലിയൊരു ഓഹരി ഇട്ടു. എന്നിട്ടോ മാസങ്ങൾ കഴിഞ്ഞു, വർഷങ്ങൾ കഴിഞ്ഞു, മരിക്കാനായപ്പോ അദ്ദേഹം വസിയത്ത് കൊടുത്ത് അവിടെ ഉണ്ട് എടുത്തോ. മക്കൾ പോയി തുറന്നു നോക്കുമ്പോ ആ പിന്നെ നോട്ടുകെട്ടുകൾ മുഴുവൻ ചെതലരിച്ചിരിക്കുന്നു. എന്താ സംഭവിച്ചത്? അവിടെ എന്താ സംഭവിക്കണമെന്ന് പരിശോധിച്ചില്ല. ഇതുപോലെ 2002 ഏതോ ഒരു വക്കീൽ എഴുതി കൊടുത്ത വാചകത്തിലെ അബദ്ധമോ അതല്ലെങ്കിൽ പള്ളിയുടെ വാതിൽക്കൽ നിന്നുണ്ടായ സംസാരങ്ങളോ തർക്കങ്ങളോ ഒക്കെയാണ് 2 ചേരികളിലേക്ക് നമ്മൾ മാറ്റിയതെങ്കിൽ ഞാൻ പറയുന്നു, അള്ളാഹുവിനെ സാക്ഷി നിർത്തി, എന്റെ ഉദ്ദേശവും എന്റെ കൽബിന്റെ ഈ വിഷയം അവതരിപ്പിക്കുമ്പോഴുള്ള ലക്ഷ്യവും എന്റെ റബ്ബിനറിയാം. ഞാൻ പറയുന്നു, ഈ വിശ്വാസത്തിൽ നിന്ന് വ്യതിയാനം വരാവുന്ന ചില അബദ്ധങ്ങൾ അവർക്ക് പറ്റിപ്പോയിട്ടുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ആഹാദായ ഹദീസുകൾ സ്വീകരിക്കാൻ പാടില്ല എന്ന് ബഹുമാനനായ എന്റെ ഒരു ഗുരുനാഥൻ അദ്ദേഹത്തിന്റെ ബുഖാരി പരിഭാഷ അടക്കമുള്ള പല സ്ഥലങ്ങളിലും എഴുതിയിട്ടുണ്ട്. അപ്പോൾ എന്താണ് ആഹാദായ ഹദീസ് എന്നറിയാത്തൊരു പ്രയാസം ചില സുഹൃത്തുക്കൾക്ക് ഉണ്ടാകും. ഞാൻ പറഞ്ഞു തരുന്നു, അന്തരീക്ഷത്തിൽ ചിത്രം വരച്ച് ഞാൻ പറയുന്നു, ഹദീസിനെ നമുക്ക് പലതായി വിഭജിക്കാം. അതിന്റെ സനദ്, മത്ന് അതൊരു വിഭജനമാണ്. അതിന്റെ പരമ്പര, അതിന്റെ ടെക്സ്റ്റ്, ഇങ്ങനെ ഒരുപാട് വിഭജനമുണ്ട്. ഇങ്ങനെ ഒരു വിഭജനം എടുക്കുകയാണെങ്കിൽ സനദിനെ വീണ്ടും വിഭജിക്കാം. മുത്തവാത്തിർ, ആഹാദ്. എന്താ മുത്തവാത്തിർ? ഓരോ ഘട്ടത്തിലും നൂറുകണക്കിന് ആളുകളിലൂടെ, ആയിരക്കണക്കിന് ആളുകളിലൂടെ സ്ഥിരപ്പെട്ടു വന്ന സംഭവങ്ങൾ, അഥവാ അറഫയിൽ പ്രവാചകൻ പ്രസംഗിച്ചിട്ടുണ്ട്. അത് ലക്ഷങ്ങൾ കൈമാറിപ്പോന്ന കാര്യം. അവിടെ നിന്ന് ലക്ഷങ്ങൾ കണ്ടു, ആ ലക്ഷങ്ങൾ അടുത്ത തലമുറക്ക് കൈമാറി. അങ്ങനെ വന്ന കളവാകാൻ ഒരു സാധ്യതയുമില്ലാത്ത സംഭവം, അല്ലേ? കളവാകാൻ ഒരു സാധ്യതയുമില്ലാത്ത സംഭവം, അതാണ് മുത്തവാത്തിർ. അതല്ലാത്ത മൊത്തം ഹദീസിന് പറയുന്ന പേരാണ് ആഹാദ്. ആഹാദിനെ വീണ്ടും 3 എണ്ണാക്കാം. പരമ്പരയിൽ ഒരു ഭാഗത്ത് ഒരു റാവിയാണെങ്കിൽ, ഒരു റിപ്പോർട്ടറാണെങ്കിൽ അതിനൊരു പേരാണ് ഗരീബ് എന്നാ പറയാ. അഥവാ 10 സ്വഹാബികളുണ്ട്, പക്ഷെ താബിഴി ഒന്നേ കേട്ടിട്ടുള്ളൂ, ഒറ്റ താബിഴിയെ കേട്ടിട്ടുള്ളൂ. ബാക്കി ഈ താബിഴിയിൽ നിന്ന് 100 ആള് കേട്ടിട്ടുണ്ട്. പക്ഷെ ഹദീസ് എന്താ? ആഹാദാണ്, ഗരീബിൽ പെട്ടതാണ്. ഇനി 2 ആളേ ഉള്ളൂ, മഷ്ഹൂർ എന്നാ പറയാ. 2 ആളേ ഉള്ളൂ, അസീസ് എന്നാ പറയാ. 2ൽ കൂടുതലുണ്ട്, 3 ആളുണ്ട്. എങ്ങനെ? 100 താബിഈങ്ങളുണ്ട്, പക്ഷെ 3 സഹാബിയേ ഉള്ളൂ. ഹദീസ് മഷ്ഹൂറാണ്, ആഹാദിൽ പെട്ടതാണ്. ബഹുമാനനായ എന്റെ ഉസ്താദ് പറഞ്ഞു, ഈ ഹദീസുകൾ വിശ്വാസ കാര്യങ്ങൾക്ക് പറ്റില്ല. ഇത് പറയുന്നതോടുകൂടെ ലക്ഷക്കണക്കിന് ഹദീസുകളാണ് നിഷേധിക്കേണ്ടി വരുന്നത്. മുൻകറും നക്കീറും ഖബറിൽ വരില്ല, മീസാൻ ഉണ്ടാവില്ല, സുറാത്ത് ഉണ്ടാവില്ല. ഷെയ്ഖ് അൽബാനി റഹിമഹുല്ല ഏകദേശം 100ഓളം വിഷയങ്ങൾ ആഹാദ് സ്വീകരിച്ചിട്ടില്ലെങ്കിൽ വിശ്വാസയോഗ്യമല്ല എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോ ഇത്തരമൊരു പ്രസ്താവന വഴി യഥാർത്ഥത്തിൽ നഷ്ടപ്പെടുന്നത് പഠിക്കാതെ നമ്മൾ പറഞ്ഞാൽ
അതേ വാദം ഏറ്റെടുത്താൽ, അതേ വാദം അംഗീകരിച്ചാൽ, അതൊക്കെ മറക്കാനും പൊറുക്കാനും റെഡിയായാൽ ബാക്കിയൊക്കെ മറക്കാം. വയറ്റത്തൊരാൾ പിച്ചാത്തി കൊണ്ട് കുത്തിയത് മറക്കാം നമുക്ക്. നമ്മളെ ഒരാൾ കുപ്രചാരണം നടത്തിയത് മറക്കാൻ നമുക്ക്, അത് പൊറുക്കാൻ നമുക്ക്. പക്ഷേ ദീനീ മസ്അലകൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മറക്കാനുള്ളതും പൊറുക്കാനുള്ളതും അല്ല. നോക്ക് നിങ്ങൾ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ കൃത്യമായി പഠിപ്പിച്ച, പ്രവാചക തിരുമേനിയുടെ ജീവിതത്തിലൂടെ കൃത്യമായി സമർത്ഥിച്ച പല വിഷയങ്ങളിലും ഇതേ കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ആഹദായ ഹദീസ് സ്വീകരിക്കാൻ പറ്റൂല വിശ്വാസ കാര്യങ്ങൾക്ക് എന്ന് പറഞ്ഞ ഇതേ ഉസ്താദ് 2002 നമ്മിൽ നിന്ന് പിരിഞ്ഞുപോയ ബഹുമാനരായ നമ്മുടെ സുഹൃത്തുക്കൾ അവര് മുത്തവാത്തിറായ ഹദീസെങ്കിലും സ്വീകരിക്കോ? കേട്ടോളൂ നിങ്ങൾ. യൻസിലു റബ്ബുനാ തബാറക വ തആല, നമ്മുടെ രക്ഷിതാവ് ഒന്നാനാകാശത്തേക്ക് ഇറങ്ങി വരുന്നു രാത്രിയുടെ 1/3 എന്ന് പറയുന്ന ഒരു ഹദീസ് ഉണ്ട്. യൻസിലു റബ്ബുനാ തബാറക വ തആല ഇല സമാഇ ദുനിയ ഹീന യബ്ഖി സുലുസുൽ ലൈലിൽ ആഖിർ, എല്ലാ രാത്രിയിലും രാത്രിയുടെ 1/3 ഇറങ്ങി വരുന്നു എന്ന് പറയുന്ന ഒരു ഹദീസുണ്ട്. ഈ ഹദീസ് മുത്തവാത്തിറാണ്. ഈ ഹദീസ് ആരൊക്കെ ഉദ്ധരിച്ചു? ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് ഉദ്ധരിച്ചു, ഇമാം മുസ്ലിം, ഇമാം അബൂ ദാവൂദ്, ഇമാം തിർമിദി, ഇബ്നു മാജ, ഇബ്നു ഹിബ്ബാൻ, ദാരിമി, മുസന്നഫ് അബ്ദുർ റസാഖ്, ബൈഹഖി, നസായി തുടങ്ങി ഒരുപാട് മുഹദ്ദിസീങ്ങൾ ഉദ്ധരിച്ച ഈ ഹദീസ് ഇത് അദ്ദേഹം നിരാകരിക്കുകയും എന്നിട്ട് അദ്ദേഹം ചോദിച്ച ഒരു ചോദ്യമുണ്ട്. ഈ വിഷയത്തെക്കുറിച്ച് ചോദിച്ച ചോദ്യം കേട്ടോ. രാത്രിയുടെ 1/3 അവസാന ഭാഗം നിലനിൽക്കാത്തൊരു നിമിഷ നേരം ഭൂമിയിൽ ഉണ്ടാവുകയില്ല. ഭൂമി പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് ചലിക്കുകയാണ്. ഒരു സ്ഥലത്തു നിന്നും ഈ സമയം അവസാനിക്കുമ്പോൾ തന്നെ മറ്റൊരു സ്ഥലത്ത് ഈ സമയം അനുഭവപ്പെടുന്നു. 24 മണിക്കൂറും ഈ പ്രക്രിയ നടന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇറക്കം ബ്രാക്കറ്റിൽ നുസൂൽ എന്നതിന് ഇവർ നൽകുന്ന ബാഹ്യാർത്ഥ പ്രകാരം സിംഹാസനത്തിൽ ആരോഹണം ചെയ്യാൻ അള്ളാഹുവിന് സമയമുണ്ടാവുകയില്ല. അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ട വിധം ഇവർ മനസ്സിലാക്കിയിട്ടില്ല. നമ്മൾ ഗോണി ഇറങ്ങണ മാതിരിയാണ് പടച്ചോൻ ഇറങ്ങേണ്ടതെന്നാ വിചാരിച്ച്. പേരോടാണ് നാദാപുരത്ത് വെച്ച് ഇതേ കാര്യം പറഞ്ഞത്. പേരോടിന്റെയും വ്യക്തി ജീവിതത്തെ വിമർശിക്കാനല്ല പേര് പറഞ്ഞത്, മറിച്ച് പേരോടി എന്ന് പറയുന്ന വ്യക്തി പറഞ്ഞ ഈ ആശയം ശരിയല്ല, അത് ഉറക്കെ സമൂഹത്തോട് പറയും. ബാക്കി അദ്ദേഹത്തിന്റെ വ്യക്തികാര്യങ്ങളോ ശൈലികളോ സംസാരത്തിന്റെ കോലമോ ഒന്നും അനുകരിക്കാനോ വിമർശിക്കാനോ ഈ കൂട്ടായ്മ ആളല്ല. അങ്ങനത്തെ വൃത്തിയുള്ള മതപ്രബോധനത്തിന്റെ അങ്ങാടികൾ കേരളത്തിൽ ഉണ്ടാകും. കാത്തിരുന്ന് കണ്ടോളൂ നിങ്ങൾ. അല്ലാഹു അതിനുള്ള തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. നമുക്ക് നയിക്കാം ആ രംഗത്ത്. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും പലപ്പോഴും ഒരുപക്ഷേ മുൻകാലങ്ങളിൽ വരികളിൽ വാചകങ്ങളിൽ ഈ പ്രസ്ഥാനം അത് ഊടുവഴികളിലേക്കും ഈ പ്രസ്ഥാനം ഇടവഴികളിലേക്കും ആളുകളുടെ കോളിംഗ് ബെല്ലടിക്കുന്ന ഡോർ ടു ഡോർ പ്രവർത്തനങ്ങളിലേക്കും പോകും മുമ്പ്, നാടിന്റെയും ജനങ്ങളുടെയും പൾസറിയും മുമ്പ് ഒരുപക്ഷേ ഇത്ര വൃത്തിയായി കാര്യം മനസ്സിലാക്കാൻ മൈക്കിന്റെ മുന്നിൽ നിൽക്കുന്നവർക്കോ സദസ്സിലിരിക്കുന്നവർക്കോ സംഘടിപ്പിക്കുന്നവർക്കോ പറ്റിയിട്ടുണ്ടാവില്ല. കേവലമായ സംഘടനാ ആക്രമണങ്ങൾക്കും വാശികൾക്കും വീതം വെപ്പുകൾക്കും അപ്പുറത്ത് ദീനും ദഅവത്തും കാത്തിരിക്കുന്ന ജനലക്ഷങ്ങളുണ്ട് എന്ന തിരിച്ചറിവ് തന്നെയാണ് ഈ രംഗത്ത് ഇത്തരമൊരു മുന്നേറ്റത്തിന് നമ്മെ പ്രേരിപ്പിക്കുന്നത്. അതുകൊണ്ട് ബഹുമാനായ പേരോട് അബ്ദുറഹിമാൻ സഖാഫി പറഞ്ഞ അതേ കാര്യം എന്റെ ബഹുമാനായ ഉസ്താദ് എ അബ്ദുസ്സലാം സുല്ലമി പറഞ്ഞിരിക്കുന്നു. ആഹാദായ ഹദീസുകൾ അത് സ്വീകരിക്കാൻ പറ്റില്ല വിശ്വാസകാര്യങ്ങൾക്ക് എന്ന് പറഞ്ഞ അദ്ദേഹം മുത്തവാത്തിറായിട്ട് പോലും ആ ഹദീസിനെ വ്യാഖ്യാനിക്കാണ്. അല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ, അല്ലാഹു ഒക്കെ പറ്റും. അമേരിക്കയിൽ രാത്രിയാകുമ്പോൾ ഇവിടെ പകലല്ലേ, ഇവിടെ പകലാകുമ്പോൾ ആഫ്രിക്കയിൽ വേറൊരു ടൈമല്ലേ, പടച്ചോൻ ഇങ്ങനെ സിംഹാസനത്തിൽ നിന്ന് മണ്ടിക്കളിക്കേണ്ടി വരൂലേ നാം പ്രയോഗിച്ച്. അസ്തഗ്ഫിറുല്ലാഹൽ അസീം, മഅദല്ലാഹ്. അല്ലേ, ഇത്തരം വ്യക്തമായ വിശ്വാസപരമായ കർമ്മപരമായ 100 കൂട്ടം വിഷയങ്ങൾ, 100 കൂട്ടം തർക്കങ്ങൾ യഥാർത്ഥത്തിൽ ഈ വിഷയത്തിൽ നിലനിൽക്കുന്നുണ്ട് എന്നത് നമ്മൾ മറക്കാതിരിക്കുക. ഇനി നോക്കൂ നിങ്ങൾ, ഖബറിലെ ശിക്ഷ ഖുർആനിന്റെ പ്രഖ്യാപിത സിദ്ധാന്തങ്ങൾക്ക് വിരുദ്ധമാണ്. ബുഖാരി പരിഭാഷയിൽ CN അഹമ്മദ് മൗലവി എഴുതിയ ആശയമാണിത്. ഇതേ ആശയം ബഹുമാനായ എന്റെ ഉസ്താദ് എഴുതിയിട്ടുണ്ട്. ഞാൻ എണ്ണുകയാണെങ്കിൽ സിറാത്ത് പാലത്തിന്റെ വിഷയത്തിൽ, സംസമിന്റെ വിഷയത്തിൽ ഒക്കെ ഇത് നമുക്ക് കൃത്യമായി കാണാൻ സാധിക്കും. ഈ കഴിഞ്ഞ ആഴ്ചകളിൽ പോലും
വിശ്വാസകാര്യങ്ങളിൽ ഏറ്റവും അവസാനം ഇറങ്ങിയ ശബാബ് പത്രത്തിൽ പോലും ഇതുണ്ട്. ശബാബ് പത്രത്തിന്റെ പേര് പറയുമ്പോൾ, ബഹുമാനായ എന്റെ ഗുരുനാഥന്റെ പേര് പറയുമ്പോൾ, വേറെ ചില പശ്ചാത്തലങ്ങളിൽ രൂപാന്തരം പ്രാപിക്കുന്ന എന്തെങ്കിലും ചർച്ചകളോ എന്തെങ്കിലും വിഷയങ്ങളോ അത് നമുക്ക് വിഷയമേ അല്ല. ആർക്കും അവരുടേതായ രീതിയിൽ മുന്നോട്ട് പോകാം, അവരുടേതായ രൂപത്തിൽ മുന്നോട്ട് പോകാം. പക്ഷേ ഇതിലും ഇത്തരം വിഷയങ്ങളിലും ഇസ്ലാം വെച്ച് പുലർത്തുന്ന നിലപാടും കാഴ്ചപ്പാടും അത് പാലിക്കുക എന്നതാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കരണീയമായിട്ടുള്ളത് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. ഞാൻ ഇനിയും ദീർഘിപ്പിക്കുന്നില്ല, എന്റെ സമയത്തിന്റെ അവസാന ഘട്ടത്തിലാണ്. ഖലീഫ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു ഗവർണർ, അദ്ദേഹത്തെ പറ്റി കംപ്ലൈന്റ് വന്നു. എന്താ കംപ്ലൈന്റ്? അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് പ്രസംഗത്തിന്റെ ഇടയ്ക്ക് അബോധാവസ്ഥയ്ക്ക് പോകും, പിന്നെ 2 ദിവസം അദ്ദേഹത്തെ ഞങ്ങൾക്ക് കിട്ടണില്ല എന്നാണ് കംപ്ലൈന്റ് പരിശോധിക്കാൻ വേണ്ടി അദ്ദേഹത്തെ വിളിച്ചപ്പോൾ പറഞ്ഞു, അള്ളാന്റെ കോടതിയിൽ വെച്ച് അള്ള പറയുമ്പോൾ മാത്രം ജനം അറിയണമെന്ന് വിചാരിച്ചൊരു കാര്യം പറയേണ്ട അവസ്ഥയിലാണ് ഞാൻ എത്തിപ്പെട്ടത്. ഞാനന്ന് ചെറിയ കുട്ടിയായിരുന്നു. മക്കയിൽ ഖബ്ബാബിനെ കൊല്ലാൻ വേണ്ടി അവർ കൊണ്ടുപോണത് ഞാൻ കണ്ടു. താളമേളങ്ങളോടുകൂടെ പാട്ടിന്റെ ഗാനാലാപനങ്ങളോടുകൂടെ അവർ കൊണ്ടുപോകുന്നത് കണ്ടപ്പോ ഒന്നും അറിയാതെ ഒരാളായി ഞാനും പോയി. തല്ലുന്നുണ്ട്, അദ്ദേഹം പുളയുന്നുണ്ട്. അവസാനം കുരിശ് കാണിച്ചു കൊടുത്തു, നിന്നെ തറച്ചു കൊല്ലാനുള്ള കുരിശാണത്. അദ്ദേഹം പതറിയില്ല. 2 റക്അത്ത് നിസ്കാരം വേഗം നിസ്കരിച്ച് പൂർത്തീകരിച്ചു. എന്നിട്ട് പറഞ്ഞു, സുജൂദിൽ കിടക്കാൻ വലിയ സുഖ, പക്ഷെ ഞാൻ കിടക്കണില്ല. കാരണം എന്താ അറിയോ? കാരണം ഞാൻ ഭീരുവാണ്, എനിക്ക് മരിക്കാൻ പേടിയാണ് എന്ന് നിങ്ങൾ ധരിക്കും. അതുകൊണ്ട് എന്നെ നിങ്ങൾ വേണ്ടത് ചെയ്തോളൂ. കുരിശിലേക്ക് അദ്ദേഹത്തെ തറച്ചു നിർത്തിയവർ കൊന്നു. ക്രൂരമായ അദ്ദേഹത്തിന്റെ നെഞ്ചത്തവർ മരത്തിന്റെ ആണികൾ അടിച്ചു കയറ്റി. രക്തം വാർന്ന് ആ ഖബ്ബാബ് മരിക്കുമ്പോൾ ഖബ്ബാബ് പറയുന്നുണ്ടായിരുന്നു, എന്ത്? വലസ്തു ഉബാലി ഹീന ഉഖ്തലു മുസ്ലിമ അലാ അയ്യി ജംബിൻ കാന ലില്ലാഹി മസ്റഈ. ഞാൻ മുസ്ലിമായി മരിക്കണോണ്ട് എനിക്കൊരു പ്രശ്നമല്ല. ആ ഖബ്ബാബ് പിടഞ്ഞു മരിക്കണത് കണ്ട് ഞാൻ മക്കയിലെ ഇടതൂർന്ന ഈത്തപ്പന തോട്ടങ്ങൾക്കിടയിലൂടെ എന്റെ വീട്ടിലേക്ക് തിരിഞ്ഞു നടക്കുമ്പോൾ ഞാൻ കഅബാലയത്തിലെ 300 ചില്ലാനം വിഗ്രഹങ്ങളോട് ഉറക്കെ പറഞ്ഞു, വിഗ്രഹങ്ങളെ, ദൈവങ്ങളെ, നിങ്ങൾ ആരെയും കണ്ടില്ലല്ലോ എന്റെ ഖബ്ബാബിനെ ക്രൂരമായി കൊന്നപ്പോ? ഇല്ല, എന്റെ മനസ്സിൽ നിന്ന് ഞാൻ നിങ്ങളെ പറിച്ചെറിഞ്ഞിരിക്കുന്നു. ഇപ്പോ അന്ന് ഞാൻ എതിർത്തില്ലല്ലോ എന്ന് ഓർക്കുമ്പോ എനിക്ക് അള്ളാഹു എന്നോട് എന്ത് ചോദിക്കുന്നു പേടിക്കുമ്പോ എനിക്ക് ബോധം പോവാണ്. പിന്നെ ഞാൻ ഇസ്തിഗ്ഫാറിലാണെന്ന് അദ്ദേഹം പറഞ്ഞു. അത്തരം ത്യാഗങ്ങൾക്കൊന്നും നമ്മൾ നിന്നിട്ടില്ല. 1-2 കാലും പഠിച്ചു തന്ന്. ഇവിടെ ശാരീരിക വൈഷമ്യമുള്ള എന്റെ ഒരു സുഹൃത്തിരിക്കുന്നുണ്ട്, അള്ളാഹു അദ്ദേഹത്തിന് ഈമാൻ കൊടുക്കുമാറാകട്ടെ. അദ്ദേഹത്തിന് സാധിക്കുന്ന വിധം അദ്ദേഹം ദഅവയിൽ ഏർപ്പെടുന്നു. അങ്ങനെ എത്ര ആളുകളുണ്ട് നമുക്കറിയോ? 20 ചില്ലാനം ലക്ഷം വീടുകൾ പൂർത്തീകരിച്ചത് ഒറ്റക്കാലുള്ളവനും ഒറ്റക്കൈയുള്ളവനും ക്യാൻസർ രോഗിയും കിഡ്നി പേഷ്യന്റ് ഒക്കെയാണ്. ഇവിടെ വലിയ ശമ്പളവും സൗകര്യവും പ്രൊഫഷണൽ കോഴ്സും അല്ലാത്തതൊക്കെ പൂർത്തീകരിച്ച് എത്ര ആളുണ്ട്? 20 ലക്ഷം വീട് നമ്മൾ പൂർത്തീകരിച്ചിട്ട് ഒരു 500 വീടെങ്കിലും ഞാൻ പൂർത്തീകരിച്ചെന്ന് പറയാൻ കഴിയാത്തവര് നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഒരു 500 വീടെങ്കിലും പൂർത്തീകരിച്ചൊന്നും പറയാൻ കഴിയാത്തവര്. ഓരോ കാലഘട്ടത്തിൽ ഓരോ ത്യാഗമുണ്ട്. KM മൗലവി സഹിച്ച ത്യാഗമല്ല, ഇപ്പോൾ ത്യാഗത്തിന്റെ മറ്റൊരു വേർഷനാണ്. നീണ്ട താടി വെച്ച് നെരിയാണിക്ക് മേലെ ഡ്രസ്സും ധരിച്ച് വീടുകളിലേക്ക് കയറി ചെല്ലുമ്പോൾ എന്ത് സംഭവിക്കുമെന്നറിയാത്തടത്തേക്ക് ചെല്ലുക. പടച്ചോനൊരു സംരക്ഷണം, ഒരു സുരക്ഷിതത്വം നമുക്ക് നൽകുന്നുണ്ട്. ആ സുരക്ഷിതത്വത്തിൽ വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വാഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.